കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറിയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കണ്ണൂർ AKG ആശുപത്രിയുടെ മെഡിക്കൽ ഡയറക്ടറാണ് ശ്രീ ബാലകൃഷ്ണ പൊതുവാൾ. ഈ ബാലകൃഷ്ണ പൊതുവാൾ എന്ന് പറയുമ്പോൾ ഡോക്ടർമാർ ഒത്തിരി പേര് IMA പ്രസിഡന്റും അതുപോലെ തന്നെ ഒത്തിരി പ്രഗത്ഭരായ ഡോക്ടർമാർ നമ്മോടൊപ്പം വന്നു പോയിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് ഈ ബാലകൃഷ്ണ പൊതുവാൾ. എന്തുകൊണ്ട്, എങ്ങനെ? EMSനെയും AKGയൊക്കെ പരിശോധിച്ച ഒരു ഡോക്ടറെ കുറിച്ച് ഇന്നത്തെ തലമുറ ചിന്തിക്കാൻ പറ്റും. ആലോചിച്ച് നോക്കി, EMS, AKG, അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ KPRമാർ 3 പേര് 55 വർഷം മുമ്പ് പയ്യന്നൂരിലെ രാമന്തളി എന്ന ദ്വീപ്, അന്നതൊരു ദ്വീപാണ്, വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ നിന്ന് 55 വർഷം മുമ്പ് ആദ്യമായി ഒരു ഡോക്ടർ പിറക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ജനിച്ച ബാലകൃഷ്ണ പൊതുവാൾ എന്ന ആ ഭിഷഗ്വരന്റെ ജീവിതം നാം ഒന്ന് അറിയേണ്ടതുണ്ട്. കാരണം 35 വർഷമായി അദ്ദേഹം AKG ആശുപത്രിയോടൊപ്പമുണ്ട്. 80-ലാണ് AKG ആശുപത്രി സ്ഥാപിക്കുന്നത്. അന്ന് ഇത് AKG ആശുപത്രിയുടെ സ്ഥാപന കാലം മുതൽ ഈ സ്ഥാപനത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒത്തിരി ഓർമ്മകൾ. കാരണം അരനൂറ്റാണ്ട് മുമ്പുള്ള ഒരു ഡോക്ടറൊന്നും ഇന്നത്തെ പോലെയല്ല. അന്ന് സാധാരണ MBBSകാരാണ് ഒരു രോഗിയുടെ എല്ലാ സമസ്ത മേഖലകളെയും ചികിത്സിക്കുന്നത്. ഇത് നമുക്കറിയാം. നഖം മുതൽ മുടി വരെ എല്ലാത്തിനും ഡോക്ടർമാരാണ്. എല്ലാം സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞു. പഴയ കാലത്ത് അരനൂറ്റാണ്ട് മുമ്പ് എന്താണ്, ഒരു MBBS ഡോക്ടർ എല്ലാത്തിനും. അന്ന് ഒരു ഫിസിഷ്യനായി സേവനം തുടങ്ങിയ ബാലകൃഷ്ണ പൊതുവാളിന്റെ ജീവിതം, അതിലൂടെ AKG ആശുപത്രിയെ നമുക്കറിയാം, ബാലകൃഷ്ണ പൊതുവാളിനെ അറിയാം. ഈ EMSും AKGയൊക്കെ പോലുള്ള മനുഷ്യരുടെ അവരോടൊപ്പമൊക്കെ സഞ്ചരിച്ചതിൻ്റെ അനുഭവങ്ങൾ അറിയാം. പ്രേക്ഷകർക്കും ഒപ്പം ഡോക്ടർ ബാലകൃഷ്ണ പൊതുവാളിനും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. നമസ്കാരം. കാരണം ഞങ്ങൾ ഈ സക്സസ് സ്റ്റോറിയുടെ ഒരു യാത്ര എങ്ങനെയാണെന്ന് വെച്ചാൽ, വ്യത്യസ്തരായ മനുഷ്യരെ തേടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഞങ്ങൾ. താങ്കളെ ഞങ്ങൾ തേടി വരുന്നത് ഇത്രയും കാലം സർവീസുള്ള ഇത്ര ചെറുപ്പക്കാരനായ ഒരു ഡോക്ടർ, ഇപ്പോഴും യങ്ങാണ് താങ്കൾ. 55 വർഷം സർവീസ് പറഞ്ഞത് ആലോചിക്കാൻ പറ്റുമോ? ഇല്ല. സാധാരണ ഒരു സർക്കാർ സർവീസിന്റെ 25 മുതൽ 30 വർഷം വരെയാണ് മാക്സിമം, അല്ലെ? 55 വർഷം സർവീസുള്ള ഒരു ചെറുപ്പക്കാരനാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താങ്കളെ ഒന്ന് അറിയാനുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ടായി. അങ്ങനെയാണ് താങ്കളെ തേടി ഞങ്ങൾ വന്നത്. എവിടെയാണ്? രാമന്തളിയിലാണ് ജനനം, അല്ലെ? മാതാപിതാക്കൾ അച്ഛന്റെ പേര് KP ഗോവിന്ദൻ നായർ. അമ്മ കുളങ്ങര പുതിയ വീട്ടിൽ ലക്ഷ്മി അമ്മ. കുളങ്ങര പുതിയ വീടിൽ ലക്ഷ്മി അമ്മ. അപ്പൊ നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങള് 4 മക്കളായിരുന്നു. താങ്കൾ എത്രാമത്തെ ആളാണ്? ഞാൻ 2ാമത്തെ ആളാണ്. മൂത്തയാള് അഡ്വക്കേറ്റ് KP രാഘവപുരം, പഴയ തളിപ്പുറം MLA. ഈ ജനനകാലമൊക്കെ എങ്ങനെയാ? താങ്കളുടെ ഒരു ബാല്യകാലം, ഒരു പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസ കാലമൊക്കെ എങ്ങനെയാ ഓർക്കുന്നത്? പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം ഞാൻ അവിടെ രാമന്തളി LP സ്കൂളിലാണ് പഠിച്ചത്. എന്തായിരുന്നു ആ കാലത്ത് രാമന്തളി എന്ന പ്രദേശത്തിന്റെ ഒരു സ്വഭാവം താങ്കൾ കാണുന്നത്? രാമന്തളി എന്ന് പറഞ്ഞാല് അന്ന് വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത് ഒരു തോട്ടിൻ കരയിലായിരുന്നു. അപ്പോൾ ഈ മഴക്കാലത്ത് അവിടെ വെള്ളം ഇങ്ങനെ വന്നു വീഴും. വെള്ളം വീഴുന്ന ഇതും, പിന്നീട് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വയലുണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു പുഴ, അത് കഴിഞ്ഞിട്ട് പിന്നെയും പുഴ, അത് കഴിഞ്ഞിട്ട് കടല്. അങ്ങനെയാണ് 2 പുഴകൾ കടന്ന് അപ്പുറത്തൊരു കടൽ, അറബിക്കടല്. തെക്കോട്ട് പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവിടെ പൂച്ചാൽ എന്ന് പറയുന്ന ഒരു സ്ഥലം, അത് കഴിഞ്ഞ് എട്ടിക്കുളം കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം കടലാണ്. ഈ സ്കൂൾ വിദ്യാഭ്യാസം എവിടെയായിരുന്നു? പ്രാഥമിക വിദ്യാഭ്യാസം രാമന്തളി തന്നെയായിരുന്നു. LP സ്കൂൾ. ആ കാലഘട്ടം എങ്ങനെയാണ് ഓർമ്മ? ആ കാലഘട്ടത്തില് അധികം വെച്ചാൽ എഴുത്തിനിരുത്തിയതൊക്കെ ഓർമ്മയുണ്ട് ഇപ്പോഴും. എഴുത്തിനിരുത്തെന്ന് വെച്ചാൽ നമ്മുടെ മണലിലാണ് അത് എഴുത്തിനൊക്കെ, മണലിന്റെ ഇരുത്തും. അപ്പൊ അത് കഴിഞ്ഞ് 1ാം ക്ലാസ് 2ാം ക്ലാസ് അതൊന്നും വ്യക്തമായിട്ടൊരു ഓർമ്മ എനിക്ക് വരുന്നില്ല. അച്ഛനെന്തായിരുന്നു ജോലി? അച്ഛൻ അങ്ങനെ കാര്യമായിട്ട് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ കൃഷിപ്പണിയായിരുന്നു. അമ്മക്കും ജോലിയൊന്നുമില്ല. 2 പേരും കൃഷിക്കാരാണ്. കൃഷിപ്പണിയാണ്. കൃഷിപ്പണിയല്ല, കൃഷിയുണ്ട്. എന്തൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിൽ? നെൽകൃഷിയുണ്ട്. നെൽകൃഷിയുടെ ഓർമ്മകൾ ഉണ്ടെന്ന്. നെൽകൃഷിയുണ്ട്. നെൽകൃഷി ഞങ്ങൾ കണ്ടത്തിൽ പോകുമായിരുന്നു. മൂച്ചാൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്, ഏകദേശം 1 കിലോമീറ്റർ സൗത്ത് ആയിട്ടാണ്. അമ്മ പോകുന്ന അവസരത്തിൽ ഞാനും അല്ലെങ്കിൽ എൻ്റെ അനുജനും കൂടിയിട്ട് ഞങ്ങൾ പോകുമായിരുന്നു. പോയിട്ട് അവിടെ കുറച്ച് സമയം അമ്മയുടെ കൂടെ നിൽക്കും. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വരും. പിന്നെ അമ്മ അവിടെ ഈ ഉച്ചക്ക് കഞ്ഞി കൊണ്ടുപോകും. അങ്ങനെയുള്ള പല ഓർമ്മകളും. പിന്നെ വീട്ടിലുള്ള എന്തെങ്കിലും സഹായിച്ചു കൊടുക്കും.
നമുക്ക് എല്ലാം വലിയ ഇഷ്ടമായിരുന്നു. ഈ രാമന്തളി പോലുള്ള ഒരു ഗ്രാമത്തില് ആ കാലഘട്ടത്തില് ഈ LP സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം എവിടെയാണ്? പിന്നെ UP സ്കൂളുണ്ട്. പിന്നെ അവിടെ തന്നെ UP സ്കൂൾ എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങോട്ട് കഴിഞ്ഞൊക്കെ ഇതായിട്ട് നമ്മുടെ കടവുണ്ടല്ലോ, പുന്നക്കടവ് എന്ന് പറയുന്ന പുന്നക്കടവ്. പുന്നക്കടവ്. അതിന്റെ അടുത്ത് നമ്മുടെ CH ഗോവിന്ദൻ പേരെ പറ്റി കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഈ സ്വാതന്ത്ര്യ സമര സേനാനിയും അദ്ദേഹം ഒരു UP സ്കൂൾ അവിടെ സ്ഥാപിച്ചു. ചിദംബരനാഥ് UP സ്കൂൾ. ചിദംബരനാഥിന്റെ പേര് വരാൻ കാരണം? ചിദംബരനാഥിന്റെ പേര് വരാൻ കാരണം ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു ഈ ചിദംബരം എന്ന് പറയുന്ന നമ്മുടെ തമിഴ്നാട്ടിലെ ചിദംബരം ഉണ്ടല്ലോ, ആ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട. പിന്നീടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇദ്ദേഹം ജയിലിൽ കിടക്കുന്ന അവസരത്തിൽ, ഈ സ്വാതന്ത്ര്യ സമരകാലത്ത് ജയിലിൽ കിടക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ചിദംബരനാഥിന്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി സുഹൃത്തിന്റെ ഓർമ്മക്കായിട്ടാണ് ഈ സ്കൂൾ സ്ഥാപിച്ചത്. അതൊരു ഭയങ്കര MV രാഘവൻ PP ഉമ്മർ പോയ വിഷചികിത്സാ കേന്ദ്രം സ്ഥാപിച്ചതുപോലെ സൗഹൃദത്തിന് അത്ര അത്രമാനം മുറുക്കമുള്ള ഒരു കാലമായിരുന്നു. അപ്പൊ ആ സ്കൂളിലാണ് UP സ്കൂൾ പഠിച്ചത്. ഹൈസ്കൂള് പിന്നെ പയ്യന്നൂരാണ് പോകേണ്ടത്. പയ്യന്നൂർ പോകാന്ന് വെച്ചാൽ ഈ പുഴയും കടന്ന് ഈ 4-5 കിലോമീറ്റർ നടന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം പോകുക. അപ്പം ഏട്ടൻ തളിപ്പറമ്പിൽ പ്രാക്ടീസ് തുടങ്ങി വക്കീലായിട്ട്. അപ്പൊ അങ്ങനെ തളിപ്പറമ്പിൽ മൂത്തെടുത്ത സ്കൂളാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം. അല്ല, ഏട്ടൻ അപ്പോഴത്തേക്ക് LLB ആ കാലത്ത് അങ്ങനെ ആ പ്രദേശത്ത് ഒരു LLB കാരൻ നിങ്ങളുടെ ഏട്ടൻ തന്നെയാണോ ആദ്യത്തെ LLB കാരൻ? ഏട്ടനും ഉണ്ടായിരുന്നു. പിന്നെ വേറെ PK കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞിട്ട് വേറെ ഇവർ കണ്ടംപററീസ് ആയിരുന്നു സെയിം ആയിട്ട്. അദ്ദേഹം കോഴിക്കോടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ രാമന്തളിയിൽ 2 LLB കാരാണ്, ഒന്ന് നിങ്ങളുടെ ഏട്ടനും ഒന്ന് ഈ പറയുന്ന ഇദ്ദേഹവും. ഒരു ഡോക്ടറാണ്, അത് താങ്കളാണ് അല്ലെ? മാതാപിതാക്കൾക്ക് അങ്ങനെ ഒരു കർഷകർ, അന്നത്തെ കർഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ദീർഘവീക്ഷണം വരാനുള്ള ഒരു കാരണം എന്താ? അതിന്റെ ഒരു സാഹചര്യം എന്തായിരുന്നു? ദീർഘവീക്ഷണം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ ഇതുകൊണ്ടല്ല, ഏട്ടന്റെ ആ ഒരു ശ്രദ്ധയും താല്പര്യം കൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ ഈ ഒരു LLBയിൽ എത്താൻ കാരണം കേട്ടത് സ്വന്തം പരിശ്രമം. എങ്ങനെയാണത് അദ്ദേഹത്തെ കുറിച്ചൊക്കെ ആ MLA കുറിച്ചൊക്കെ ഞങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. അദ്ദേഹം SLC പരീക്ഷയ്ക്ക് ശേഷം കുറച്ചു കാലം ഈ സ്കൂളിൽ, ഞാൻ ഈ പറഞ്ഞ സ്കൂളിൽ ചിദംബരനാഥ് UP സ്കൂളിൽ കുറച്ചു കാലം പണിയെടുത്തു. 10ാം ക്ലാസ് കഴിഞ്ഞ് അന്ന് പഠിപ്പിക്കാൻ പറ്റും, ടെമ്പററി ആയിട്ട് പഠിപ്പിച്ചു, അത്രയേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് തോന്നി ഇനി ഇത് ശരിയാവില്ല, ഇത് ഇനിയുള്ള കാലഘട്ടത്തിൽ അറിവിന് മാത്രമേ വിലയുള്ളൂ നിലയുള്ളൂ എന്ന് മനസ്സിലായതുകൊണ്ട് മൂവരും മദ്രാസിലേക്ക് വണ്ടി കയറി. സ്വന്തം മാതാപിതാക്കൾ സമ്മതിച്ചു വന്ന് പോകാൻ വേണ്ടിട്ട്? പിന്നെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കാര്യമായിട്ട് സാമ്പത്തിക സ്ഥിതിക്ക് വളരെ മോശമായിരുന്നു. അപ്പൊ അങ്ങനെ മദ്രാസിൽ പോയി അവിടെ ഇന്റർമീഡിയറ്റിന് ചേർന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വിവരത്തിന് കത്തയക്കും. അമ്മ എവിടെയെങ്കിലും പോയി അമ്മയും അച്ഛനും പോയിട്ട് എവിടെയെങ്കിലും കടം മേടിക്കും. പിന്നെ ഞങ്ങൾക്കൊരു അമ്മാവനുണ്ടായിരുന്നു, അമ്മാവനും കുറച്ചൊക്കെ സഹായിക്കുമായിരുന്നു. അപ്പോൾ അവിടുന്ന് കടം മേടിച്ചു. പിന്നെ അവിടുന്ന് ഇന്റർമീഡിയറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ അതിനുശേഷം പിന്നെ BSc ചേർന്നു. അവിടെ BSc അത് കഴിഞ്ഞ് LLBക്ക് ചേർന്നു. കാരണം അന്ന് ഒരു LLB കാരൻ എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ പോലും ഒരാൾ ഉണ്ടാവില്ല. പഞ്ചായത്ത് ഒരു 10 പഞ്ചായത്ത് കൂടി ഒരു LLB കാരൻ ഉണ്ടാവുള്ളൂ. അതാണ് ഞാൻ അത് ഇന്ന് നമുക്ക് LLB കാരൻ നമ്മുടെ വീട്ടിൽ LLB കാരൻ അല്ലെങ്കിൽ ഒരു MEd കാരൻ, ഒരു BEd കാരൻ, അല്ലെങ്കിൽ ഒരു MBBS കാരൻ എന്നൊക്കെ പറഞ്ഞാൽ അപൂർവം. രാമന്തളി പോലെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് ആദ്യത്തെ 2 LLB കാരിൽ ഒന്ന് നിങ്ങളുടെ ബ്രദർ. ആ ബ്രദർ സ്വയം പ്രയത്നം അദ്ദേഹം LLB കഴിഞ്ഞ് തളിപ്പറമ്പിൽ സെറ്റിൽ ആയ പ്രാക്ടീസ് കൃഷ്ണയുടെ കൂടെയാണ് പ്രാക്ടീസ് ചെയ്തത്. ജസ്റ്റിസ് VR കൃഷ്ണയുടെ തലശ്ശേരിയിൽ അപ്രന്റീസ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് ആ കാലത്ത്. അപ്പം അദ്ദേഹത്തിന് കീഴിലായിരുന്നു VR കൃഷ്ണനും ഏട്ടനും തമ്മിൽ വളരെ അടുപ്പത്തിലായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് പിന്നെ തളിപ്പറമ്പിൽ പ്രാക്ടീസ് ചെയ്ത്. ജസ്റ്റിസ് VR കൃഷ്ണയുടെ വീടും തലശ്ശേരിയായിരുന്നു ആ സമയത്ത്. ഇപ്പോഴത്തെ തലശ്ശേരി ആർച്ച് ബിഷപ്സ് ഹൗസ് ഇരിക്കുന്നത് കൃഷ്ണയുടെ വീടാണ്. ആ വീട്ടിലാണ് കൃഷ്ണയർ താമസിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹത്തോടൊപ്പം കൃഷ്ണയരൊക്കെ ആയിട്ട് ഒത്തിരി സൗഹൃദമുണ്ട്. അപ്പം ഈ 10ാം ക്ലാസ് ആയപ്പോ ഏട്ടൻ തന്നെയാണോ കൂട്ടിയിട്ട് തളിപ്പറമ്പിലേക്ക് താങ്കൾ കൊണ്ടുവരുന്നത്? ഏട്ടൻ അങ്ങോട്ട് കൂട്ടി കൊണ്ടുപോകുന്നു. കാരണം ഏട്ടൻ ഇങ്ങോട്ട് വരുമല്ലോ, വീട്ടിലേക്ക് വരുമല്ലോ സാധാരണ. അപ്പോൾ അവിടെ പോയി 8, 9, 10 അവിടെ ചേർന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രീ യൂണിവേഴ്സിറ്റിയാണ്. അന്ന് ഈ 10ാം ക്ലാസ് ഒക്കെ പരീക്ഷയൊക്കെ എത്ര ശതമാനം ആളുകൾ വിജയിക്കുക? ആദ്യ വിജയം തന്നെ ആദ്യ തവണ തന്നെ വിജയിച്ചായിരുന്നോ? എത്ര? അല്ല, അന്ന് 25%, 30% ഒക്കെയുള്ള അവിടെ വിജയിച്ച ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ദേവഗിരി കോളേജിലാണ് അന്ന് പ്രീ യൂണിവേഴ്സിറ്റിയാണ്. ഈ എൻ്റെ ഒരു ചോദ്യം, ഈ 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ ഒരു 7ാം ക്ലാസ് വരെയുള്ള കാലഘട്ടം ഉണ്ടല്ലോ, അന്നേരത്തെ ആ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ സ്വഭാവം
ഇന്നത്തെ പോലെ ഈ ആഡംബരങ്ങളും യൂണിഫോമും ഈ ഇത്ര സംവിധാനങ്ങളും ഷൂവും ബെൽറ്റും ടൈയൊന്നും ഇല്ലാത്ത കാലം. ഒന്നുമില്ല. അന്ന് ആ സ്കൂളിൽ പോക്കൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? സ്കൂളിൽ പോക്കൊക്കെ ഒരു ട്രൗസർ ഇടും, ട്രൗസറും ഒരു ഷർട്ടും ഉണ്ടാവും. പിന്നെ പുസ്തകം കയ്യിൽ ഇങ്ങനെ എടുക്കലാണ്. മറ്റൊരു റബ്ബറിന്റെ ബെൽറ്റ് ഇല്ല, അതിങ്ങനെ ചുറ്റിയിട്ട് റബ്ബർ ബാൻഡ് കെട്ടിയിട്ട് പോകും. രാവിലെ പോയിട്ട് പിന്നെ ഉച്ചക്കൊന്നും കഴിക്കാനുണ്ടാവില്ല. എന്തെങ്കിലും ചില അവിടെ അതിനടുത്ത് തന്നെ ഒരു ചെറിയൊരു ചായപ്പിടി ഉണ്ടായിരുന്നു. ആ ചായപ്പിടി ഉച്ചക്ക് എന്തെങ്കിലും കഴിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഉച്ചക്ക് വീട്ടിൽ പോകണമെങ്കിൽ തന്നെ കുറേ ദൂരമുണ്ട്. പോണെങ്കിൽ തന്നെ ഒരു 2 കിലോമീറ്ററോളം പോകണം. 2 കിലോമീറ്റർ നടന്നിട്ടാണ് ഈ ചെറിയ 4ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിരുന്നത് അവിടെ പോകണമെങ്കിൽ. അപ്പൊ ഉച്ചക്ക് എന്തെങ്കിലും കഴിക്കും. പിന്നെ വൈകുന്നേരം അവിടെ പോയാൽ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. ഭക്ഷണമൊക്കെ എന്തൊക്കെയായിരുന്നു? ഭക്ഷണം എന്ന് വെച്ചാൽ ചോറ്, കഞ്ഞി, പിന്നെ വീട്ടിലുണ്ടാവുന്ന കായ്, പിന്നെ എന്തെങ്കിലും പച്ചക്കറികൾ നടുവായിരിക്കും. വച്ചനയും, വെണ്ട, വഴുതനങ്ങ, ഇങ്ങനെയാണ്. പിന്നെ തവരൊക്കെ ഉണ്ട്, മുരിങ്ങാച്ചപ്പ് ഇങ്ങനെ. ഇറച്ചി മീനൊക്കെ എപ്പോഴാണ് കിട്ടല്? മത്സ്യം കിട്ടും. അത് നിങ്ങൾ ഈ നമ്മുടെ ഈ വെള്ളത്തിന്റെ അവിടെയൊക്കെ ആകുമ്പോൾ മത്സ്യം കിട്ടും. അങ്ങനെ കിട്ടും. അപ്പൊ അങ്ങനെ ദാരിദ്ര്യമാണ് പ്രധാനം. അങ്ങനെ വിഭവസമൃദ്ധമായ ഭക്ഷണമോ നല്ല വസ്ത്രമോ ഇല്ലാത്ത ഒരു ബാല്യമായിരുന്നു. ഒരു ഹൈസ്കൂൾ വരെ എന്ന് വേണമെങ്കിൽ പറയാം. ഏട്ടന്റെ അടുത്ത് പോയതിന് ശേഷമാണ് കുറച്ചും കൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് പോയത്. ഡോക്ടർ ബാലകൃഷ്ണ പൊതുവാളിന്റെ ജീവിതത്തിലൂടെയുള്ള സഞ്ചാരം നമുക്ക് തുടരാം. അങ്ങനെ ദേവഗിരി കോളേജിലേക്ക് എങ്ങനെ എത്തുന്നത്? ഈ തളിപ്പറമ്പിൽ നിന്ന് 10ാം ക്ലാസ് പാസ്സായ ആൾ എങ്ങനെ ഒറ്റയടിക്ക് അങ്ങ് പോകുന്നത്? ദേവഗിരി കോളേജ് ഇവിടെ പിന്നെ വേറെ കോളേജൊന്നുമില്ല. ബ്രണ്ണനില്ല. അന്ന് ബ്രണ്ണൻ കോളേജ് ഉണ്ട്. ബ്രണ്ണൻ കോളേജിൽ അവിടെ കൊടുത്തു, അവിടെ കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ ദേവഗിരി കൊടുത്തു. ദേവഗിരി പോയി. അപ്പൊ ആ കാലഘട്ടത്തിൽ കോഴിക്കോടേക്ക് എങ്ങനെയാ? ട്രെയിൻ മാർഗമാണോ ബസ്സിനാണ് പോവുക? ബസ് വെച്ചാൽ എപ്പോഴെങ്കിലും ഒരു ബസ് ഉണ്ടാവും. ഒരു MRS ബസ് ഉണ്ട്. ആ MRS ബസ്സിന് പോയാൽ നല്ല ബസ്സാണ്. ദേവഗിരിയിൽ എങ്ങനെ അഡ്മിഷൻ കിട്ടിയതെന്ന്? അഡ്മിഷൻ കിട്ടി സാധാരണ നമ്മുടെ ആ മാർക്കെല്ലാം നോക്കിയിട്ട് ദേവഗിരി കോളേജ് പ്രീ യൂണിവേഴ്സിറ്റി ആണ്. പ്രീ ഡിഗ്രി ഇല്ല, പ്രീ ഡിഗ്രി പിന്നെയാണ് വരുന്നത്. പ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞു, പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഇപ്പൊ +2 എത്തി നിൽക്കുന്നു. 3 ഘട്ടമായി. അപ്പൊ അതിന് ഏതാ വിഷയം എടുക്കുന്നതെന്ന്? അന്ന് അങ്ങനെ പ്രത്യേക വിഷയമൊന്നുമില്ല, എല്ലാം പഠിക്കണം. സ്കൂളിൽ പഠിക്കുന്ന അവിടെ എല്ലാം പഠിക്കണം. എന്നിട്ട് എത്ര വർഷത്തെ കോഴ്സ്? 2 വർഷം, ഒരു കൊല്ലം പ്രീ യൂണിവേഴ്സിറ്റി. കാരണം വെച്ചാൽ നമ്മുടെ SLC എന്ന് പറയുന്നത് ഇപ്പോഴും 10ആണ്, അന്ന് 11ആണ്. അപ്പൊ ആ 11, 1, 2, 12. അപ്പൊ അവിടെ അങ്ങനെയുണ്ട്. അത് ഓർക്കേണ്ട കാര്യമാണ്. കാരണം ഇന്ന് +2 എന്ന് പറഞ്ഞാൽ 12th വരെ പഠിച്ചാൽ, അന്ന് 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ 11ാം ക്ലാസ് ആണ്. ഒരു വർഷം പ്രീ യൂണിവേഴ്സിറ്റി പഠനം കൂടി കഴിഞ്ഞാൽ 12ആയി. അത് കഴിഞ്ഞിട്ടാണോ പിന്നെ ഡിഗ്രി? അത് കഴിഞ്ഞിട്ടാണ് ഡിഗ്രി. ഡിഗ്രി ഏതാ എടുത്തത്? ഡിഗ്രി കെമിസ്ട്രി എടുത്തു. എവിടെ എടുത്തത്? അവിടെ തന്നെ. എന്തായിരുന്നു അന്നേരത്തെ ലക്ഷ്യം കെമിസ്ട്രി എടുക്കുമ്പോഴേ വെച്ചാൽ മറ്റേ പ്രീ യൂണിവേഴ്സിറ്റിക്ക് മെഡിസിൻ കിട്ടിയില്ല. എനിക്ക് തോന്നുന്നത് ഇത് ഏട്ടന് എന്തായാലും ഇതിൽ വരണം എന്നുള്ളതാണ് ഏട്ടന്റെ ആഗ്രഹം. ഇവനെ എന്തെങ്കിലും ഒന്ന് ഡോക്ടറാക്കി അടങ്ങുള്ളൂ എന്നുള്ള മട്ടാ. എന്താ ഏട്ടൻ അങ്ങനെ തോന്നാൻ കാരണം? എന്താ അറിയില്ല, അന്നേ ഉണ്ട്. പിന്നെ ഏട്ടനെ എല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ 4 മക്കളില് 4 പേരിൽ എന്നാ പറയാ, അമ്മക്കിനോട് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇവര് പറയാ അമ്മയുടെ അലിയുന്ന മോൻ എന്നാ പറയാ. അമ്മേനെ എന്നെ സഹായിക്കും. ഞാൻ പിന്നെ എന്താ പറയാ, കഞ്ഞി വെക്കാൻ സഹായിക്കും, അടിച്ചു വാരും. പിന്നെ എന്താന്ന് വെച്ചാൽ എല്ലാ വീട്ടിലെ പണികളും പാത്രം കഴുകാൻ സഹായിക്കും. എല്ലാം ഞാൻ അമ്മേനെ സഹായിക്കും. വെള്ളം അടിക്കാൻ വേണ്ടിട്ട് സഹായിക്കും. അതുകൊണ്ട് അമ്മയുടെ അലിയുന്ന മോനായിരുന്നു ബാലകൃഷ്ണ പൊതുവാൾ. അതുകൊണ്ട് മാത്രമായിരിക്കില്ല അമ്മ. പിന്നെ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ജാതകം നോക്കുന്ന ഒരു പരിപാടി. അപ്പൊ ഞാൻ മേടമാസം 10 മുമ്പാണ് ജനിച്ചത്. മേടം 3 ജനിക്കുമെന്ന് പറഞ്ഞ വലിയ ഇതാണെന്ന് പറഞ്ഞു, ഭാഗ്യമാണെന്ന് പറഞ്ഞു. അത് മാത്രമല്ല ഈ ജാതകത്തില് ജനനം മേടം 3 അതൊരു സ്റ്റാർ പദവിയാണ്. അത് ഭയങ്കര സ്റ്റാർ പദവിയാണ്. അത് കൂടാതെ പിന്നെന്താന്ന് വെച്ചാല് ജാതകത്തിൽ എന്തോ 4ഓ 5ഓ ഗ്രഹങ്ങൾക്ക് ഉച്ചത്തിലുണ്ടെന്നാവും. 4ഓ 5ഓ ഗ്രഹങ്ങൾ ഉച്ചത്തിലാണ്. ഈ വ്യാഴം മറ്റൊക്കെ പറയുന്നില്ല, ബുധന്റെ ഒക്കെ പറയുന്നവര് അവരൊക്കെ ഉച്ചത്തിലാണ്. ജനനം തന്നെ സൂപ്പർ സ്റ്റാർ പദവിയിലാണ്. അപ്പൊ ഈ സൂപ്പർ സ്റ്റാർ പദവി ആയതുകൊണ്ട് ഇവർക്ക് എന്നെ ഭയങ്കര പ്രതീക്ഷയാണ്. ജീവിതത്തിൽ വലിയ താരമായി ഇവൻ എന്തോ ഒരു സാധനമായി മാറും എന്നുള്ള ഒരു പ്രതീക്ഷ അമ്മക്കും അച്ഛനും ഏട്ടനും ഒക്കെ ഉണ്ട്. ചെറുപ്പത്തിലേ ഉണ്ട്. ആ ഒരു നിലയിലാണ് എന്നെ അവരെല്ലാം കണ്ടത്. ഈ ദേവഗിരി തന്നെയാണോ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത്? ഈ ദേവഗിരിയിലെ ഡിഗ്രി പഠനകാലം എങ്ങനെയാണ്?
ആ കാലഘട്ടത്തിൽ? ആരൊക്കെയായിരുന്നു സുഹൃത്തുക്കൾ? എങ്ങനെയായിരുന്നു ജീവിതമൊക്കെ മുന്നോട്ട് പോയിരുന്നത്? സുഹൃത്തുക്കളൊക്കെ എല്ലാവരും അവിടെ ഒരു നല്ല നിലയിലായിരുന്നു. ഹോസ്റ്റലിലാണ് താമസിച്ചത്. അവിടുത്തെ പ്രിൻസിപ്പളായിരുന്നു എനിക്ക് നമുക്ക് ഏറ്റവും ആരായിരുന്നു അന്നത്തെ പ്രിൻസിപ്പൽ? ഫാദർ തിയഡോഷ്യസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പ്രൊഫസറാണ് അദ്ദേഹം ഞങ്ങൾക്ക് ഷേക്സ്പിയറാണ് എടുത്തിരുന്നത്. ഷേക്സ്പിയർ പിന്നെ പ്രൊഫസർ അന്നത്തെ ക്ലാസ്സുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരം ക്ലാസ്സുകളാണ്. ക്ലാസ്സുകൾ നമുക്ക് ഒരിക്കലും മടുക്കില്ല. അത്രയും എന്താ പറയുക, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതും ആ ഒരു കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുന്ന വിധത്തിലുള്ള ക്ലാസ്, കുട്ടികളെ പിടിച്ചിരുത്തുന്ന ക്ലാസ്സുകൾ. ഈ രാമന്തളി എന്നൊക്കെ പറഞ്ഞ ആ കാലത്ത് വലിയ സമര പോരാട്ടങ്ങളുടെ പ്രദേശമാണല്ലോ കണ്ണൂർ പൊതുവെ. അവിടെ നിന്ന് പോകുമ്പോൾ താങ്കളിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നു? അത് രാഷ്ട്രീയം ഇല്ല, പക്ഷെ നമ്മുടെ ഫാമിലി ഒരു രാഷ്ട്രീയ ഏട്ടനൊരു രാഷ്ട്രീയക്കാരനാണല്ലോ. CPM ഇടതുപക്ഷ മാർക്സിസ്റ്റ് ആണല്ലോ. അപ്പൊ അതിൻ്റെതായ ചെറിയ ഇത് മനസ്സിൽ ഉണ്ട്. ദേവഗിരി കോളേജിൽ ആ പണി എടുത്തായിരുന്നോ? അല്ല, അവിടെ ഒന്നുമില്ല. അവിടെ ആ പണിയൊന്നും ഒരു പണി നടക്കൂല. പഠിക്കല് മാത്രമേ ഒരു പണി നടക്കൂല. അങ്ങനത്തെ അവിടുന്ന് ഡിഗ്രി കഴിയുന്നു. അവിടെ കോളേജ് കാലഘട്ടത്തിൽ ഓർമ്മയിൽ നിൽക്കുന്ന ഇൻസിഡൻസ് എന്തൊക്കെയാണ്? അതിലിപ്പം എനിക്ക് പറയാനുള്ളത് ഒന്ന്, നമ്മുടെ സുകുമാർ അഴീക്കോട് സാർ അവിടെ ലെക്ചറായിരുന്നു. തായാട്ട് ശങ്കർ സാർ അവിടെയുണ്ട്, അധ്യാപകനായിരുന്നു. തായാട്ട് ശങ്കരന്റെയും സുകുമാർ അഴീക്കോടിന്റെയൊക്കെ ശിഷ്യനാണ്. വേറെ ആരാണ് ഉണ്ടായിരുന്നത്? വേറെ ഇതിൽ പിന്നെ ഒരു നമ്മുടെ KG അടിയോടി നമ്മുടെ ഈ ഭാഗത്ത് അറിയാലോ. ഏവോ തോമസിനെ അറിയില്ലേ? ഏവോ തോമസ് അധ്യാപകരാണല്ലോ. എങ്ങനെയാണ് ഈ തോമസ് സാറിന്റെയും സുകുമാർ അഴീക്കോടിന്റെ ഒക്കെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയാ? ക്ലാസ് എന്ന് പറഞ്ഞാൽ ഗംഭീര ക്ലാസ്സാണ്. ഇത് നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ ആ പാഠപുസ്തകത്തിന് അപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. ജീവിതത്തിന്റെ ഇപ്പൊ എന്തെങ്കിലും ഒരു പാഠം പഠിക്കാനുണ്ടെങ്കിൽ ഇപ്പം കുമാരനാശനെ പറ്റിയിട്ടാണ് കംപ്ലീറ്റ് ആ ഭാഗം മുഴുവനും അങ്ങ് എടുക്കും. ഒരു സിലബസ് അനുസരിച്ച് പഠിപ്പിക്കുന്ന രീതി അല്ല, സിലബസിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകും. പക്ഷെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. അവിടെ വടിയെടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കുട്ടികളെയൊക്കെ ആ ഒരു തായാട്ടിന്റെയും സുകുമാർ അഴീക്കോടിന്റെ ഒക്കെ ഈ ക്ലാസ്സുകൾ നടക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചതായിട്ട് ഓർമ്മയുണ്ടോ? തായാട്ടിന്റെ കുറിച്ചൊക്കെ ഒപ്പിക്കും. പക്ഷെ അന്നേരം കുഴപ്പമൊന്നും ഉണ്ടല്ലോ, ഒന്നും പറയില്ല. തായാട്ട് അങ്ങനെ രസകരമായിട്ട് പോകുന്ന ഒരു ഇതാണ്. മറ്റാളങ്ങനെയല്ല, മറ്റാളാണ് ഇങ്ങനെ ആള് രൂക്ഷമാണ്, ശുഭിതനാണ്, ആരും അനങ്ങൂല. തോമസ് സാർ അതിലേറെ ഇതാണ്, കർക്കശക്കാരൻ. എന്താ കുട്ടികളോട് ഇവരെങ്ങനെയാ കാരണം ഇന്നൊന്നും ഒരു കുട്ടികളെയും ആർക്കും കുട്ടികളെ ശകാരിക്കാനോ അല്ലെങ്കിൽ അവരോട് ദേഷ്യം പിടിക്കാനൊന്നും. പക്ഷെ ഇവരൊന്നും ശകാരിക്കൊന്നുമില്ല. ഇവരെന്താ ചെയ്യുക? ഇവരെ ആ ക്ലാസ് എടുത്തിട്ട് ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പോകും. പക്ഷെ അതിന്റെ അടിയിൽ അവർ നോക്കണ്ടോ ഇത് എന്താ ചെയ്യുന്നു, മറ്റെന്താ ചെയ്യുന്നത്, എല്ലാം കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ട് എല്ലാം. ഡിഗ്രി പഠനകാലത്തൊന്നും വേറെ സംഘർഷമോ കുഴപ്പമോ ഒന്നും വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നത് താങ്കൾക്ക്? അവിടെ ഡിഗ്രി പഠനകാലത്ത് വേറെ ഒന്നുമില്ല. ഞാൻ NCC ഉണ്ടായിരുന്നു. സ്കൂൾ കാലഘട്ടത്തിലും ഇല്ല. സ്കൂൾ കാലഘട്ടത്തിൽ പഠനം മാത്രം. ഇങ്ങനെ അമ്മയെ സഹായിക്കുക, അങ്ങനെയുള്ള അത്രേ ഉള്ളൂ, വേറെ പരിപാടികളൊന്നുമില്ല. പിന്നെ അവിടെ കലോത്സവ കാലത്തെ അല്ല, ഈ നമ്മുടെ ഈ പഠനകാലത്ത് ഇവര് ഭാഷാ സമാജത്തിന്റെ ആഭിമുഖ്യത്തില് ഈ കൊല്ലം തോറും ഈ സാഹിത്യോത്സവം നടത്തും, കലോത്സവം. അതില് ഞാൻ G. ശങ്കരക്കുറുപ്പിനെ കണ്ടിട്ടുണ്ട്, തകഴി ശിവശങ്കരപ്പിള്ളിനെ കണ്ടിട്ടുണ്ട്. വരും ഇവിടെ ഇതുണ്ടായി ഒരു സമ്മേളനം, കവിസമ്മേളനം, മറ്റേത് മുണ്ടശ്ശേരി മാഷ മുണ്ടശ്ശേരി മാഷ കണ്ടിട്ടുണ്ട്. പിന്നെ തിക്കൊടിയൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ കാലഘട്ടത്തിൽ വീട്ടിൽ പോകാറില്ല. പക്ഷെ കോഴിക്കോട് തന്നെയല്ലേ താമസം. തിക്കോടിയൻ ഉൾപ്പെടെയുള്ള ആളുകളെ കാലഘട്ടത്തില് കണ്ടിട്ടുണ്ട്. അവരുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. ജീവിതത്തിൽ വലിയ നമുക്ക് ഇന്ന് അങ്ങനെ ഒരു പ്രഭാഷണം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. നമ്മൾക്ക് അത്ര വലിയ ഒരു കാലിബറുള്ള ആൾക്കാരില്ല. ആളുണ്ടോ? ഇല്ല. തിക്കോടിയനും തകഴിയും, തകഴി ശിവശങ്കരപിള്ളയും, അതുപോലെ G. കുമാര, അങ്ങനെയുള്ള മുണ്ടശ്ശേരി മാഷ, അങ്ങനെ ആരെങ്കിലും. G. ശങ്കരക്കുറുപ്പിന്റെ ആ പ്രസംഗം ഇപ്പോഴും ഒരു ഇങ്ങനെ ഒഴുകി പോകുന്ന മാതിരിയുള്ള ഒരു മന്ത്രമധുരമായ ഒരു ശബ്ദത്തോട് കൂടിയിട്ടുള്ള. അല്ല, താങ്കൾ ഈ സാഹിത്യകാരന്മാരായിട്ട് ഇത്രയും അഭേദ്യമായ ബന്ധമുള്ളപ്പോ എങ്ങനെ ഒരു മെഡിസിനിലേക്ക്? അല്ല, എനിക്കവിടുന്ന് എനിക്ക് ഇത് മലയാളം MA എടുത്തിട്ട് അതിലൊരു മാഷാവണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്.
പക്ഷേ അത് നടന്നില്ല. പിന്നെ ഞാൻ കെമിസ്ട്രി എടുത്തു. ആഗ്രഹം മലയാള അധ്യാപകനാണ്. സാഹിത്യത്തെ നന്നായി സാഹിത്യമൊക്കെ പഠിച്ചു, അറിഞ്ഞു, അറിയണം. പിന്നെ ഈ അതിന് രണ്ട് കാരണം, ഒന്ന് സുകുമാർ അഴീക്കോട് സാറും പിന്നെ നമ്മുടെ തായാർ ശങ്കർ സാറുമാണ് അങ്ങനെയുള്ള ഒരു മോഹം വളർത്തിയത്. പിന്നെ അത് നടന്നില്ല. പിന്നെ കെമിസ്ട്രി എടുത്ത് കളിക്കും. അതിന് കെമിസ്ട്രി കെമിസ്ട്രി എടുക്കുമ്പോൾ മെഡിസിൻ അല്ലല്ലോ, മെഡിസിൻ അല്ല. ഞാൻ ഒരു MSc എടുത്ത് PhD എടുത്തിട്ട് ആ വഴിക്ക് പോകാൻ ഞാൻ ആലോചിച്ചു. അത് നടന്നില്ല. എങ്ങനെയാണ് ഈ MBBS വരാനുള്ള ഒരു കാരണം എന്താണ് ശരിക്കും? കാരണമൊന്നുമില്ല. അന്നേരം ആ MBBS മാർക്ക് വെച്ചിട്ട് MBBS അപ്ലൈ ചെയ്തു. അല്ലാതെ ആരെങ്കിലും അങ്ങനെ ഒരു ഏട്ടനല്ലേ അവിടെ ഇതിന് പോകണമെന്ന് പറഞ്ഞിട്ട്. ഏട്ടൻ MBBS തന്നെയാണ്. അപ്പൊ ഏട്ടൻ വക്കീലായിട്ട് തിളങ്ങുന്ന കാലമാണ്. തിളങ്ങുന്ന കാലം. നല്ല കേസല്ലുണ്ട്. ഏതായിരുന്നു? ക്രിമിനൽ ആയിരുന്നു, സിവിൽ ആയിരുന്നു? രണ്ടും അവിടെ ക്രിമിനലുണ്ട്, സിവിലും രണ്ടും അദ്ദേഹം കൈകാര്യം ചെയ്യും. അനിയനെ കോഴിക്കോട് വിട്ട് ഡിഗ്രി എടുപ്പിച്ചു. ഏട്ടൻ തന്നെയാണോ ചെലവിലിനെ തന്നിരുന്ന ആ കാലഘട്ടത്തിൽ? വേറെ ആരുമില്ല. രണ്ടാണ്, രണ്ട് പെണ്ണുമായിരുന്നു. അല്ല, പിന്നെ എൻ്റെ ഒരു അനുജനുണ്ട്. അവന് ഇതുപോലെ തന്നെ BSc കഴിഞ്ഞ് പിന്നെ LLB കഴിഞ്ഞ് വക്കീലായി. നാലാമത്തെ പെൺകുട്ടിയാണ്. അവിടെ കുറെ താമസിച്ചിട്ട് ആണ് ജനിച്ചത്. അപ്പൊ അവൾക്ക് അത്ര ഏട്ടൻ തന്നെയാണ്. ഏട്ടൻ നിങ്ങളെക്കാൾ എത്ര വയസ്സിന് മൂത്ത? ഏട്ടൻ എനിക്ക് ഒരു 12 വയസ്സിന് മേലെ. അപ്പൊ നിങ്ങളെ നന്നായി ചേർത്ത് പിടിക്കാനും എല്ലാ കാര്യങ്ങളും നോക്കാനും എനിക്ക് ഏട്ടനെ ബഹുമാനാണ്, പേടിയാണ്. ആ ഒരു ഇതാണല്ലോ, ഒരു രക്ഷിതാവിന്റെ റോളിലാണ് അല്ലേ? അങ്ങനെ ഡിഗ്രി പഠനം വളരെ ഗംഭീരമായിട്ട് പൂർത്തിയാക്കി MBBS അപേക്ഷ കൊടുത്തു, അഡ്മിഷൻ കിട്ടി. അങ്ങോട്ട് നടന്നുപോയി എന്ന് പറയുന്നതായിരിക്കും. അതെങ്ങനെയത്? അതൊന്ന് പറഞ്ഞു. ഇതല്ലേ ഈ ദേവരി കോളേജിന്റെ തൊട്ടപ്പുറത്തല്ലേ ഈ മെഡിക്കൽ കോളേജ്? തൊട്ടപ്പുറത്ത് പറഞ്ഞ ഒരു റോഡിന്റെ വ്യത്യാസം. അല്ല, അന്ന് മറ്റേ ബീച്ച് ഹോസ്പിറ്റലാണോ അന്നത്തെ മെഡിക്കൽ കോളേജ്? അല്ല, അന്ന് ബീച്ച് ഹോസ്പിറ്റലാണ് ട്രെയിനിങ്. പക്ഷെ കോളേജ് ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കോളേജ് നടന്നു പോകേണ്ട ദൂരത്തില് മറ്റേ BSc പഠിക്കുന്ന അവസരം തന്നെ ഞായറാഴ്ചയൊക്കെ വൈകുന്നേരങ്ങൾ അങ്ങോട്ടേക്ക് ഒന്ന് നടന്നു പോകും. ഇതെല്ലാം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഒരു ക്യാൻറ്റീനും ഉണ്ട്, ഇന്ത്യൻ ഓഫീസിൻ്റെതും പിന്നെ ആലിഭവൻ്റെതും ഒക്കെ ആയിട്ട്. അപ്പൊ അവിടെ പോയി ഇന്ന് മസാല കഴിക്കുന്നുണ്ട്, മസാല ദോശ കഴിക്കാൻ അങ്ങോട്ട് പോകും. അങ്ങനെ മെഡിക്കൽ കോളേജായിട്ടൊരു ബന്ധമുണ്ട്. ബന്ധമുണ്ട്. നമുക്ക് ബാലകൃഷ്ണ സാറിൽ നിന്ന് കൂടുതൽ അദ്ദേഹത്തിന്റെ മെഡിക്കൽ പഠനത്തിലേക്ക് ഒന്ന് പോവാം. മെഡിക്കൽ കോളേജിൽ അന്ന് അഡ്മിഷൻ കിട്ടുന്നതിന് എൻട്രൻസ് ഉണ്ടായിരുന്നോ? ഇല്ല. എങ്ങനെയാണ് അതിന്റെ സ്വഭാവം? അത് നമുക്ക് ഈ BSc കിട്ടിയ കെമിസ്ട്രി മാർക്ക് നോക്കിയിട്ടാണ് അതിന്റെ BSc അപേക്ഷ എഴുതി കൊടുക്കുക. അപേക്ഷയൊക്കെ വേണം. വെള്ള പേപ്പറിൽ എങ്ങനെയാണ്? വെള്ള പേപ്പറില്ല, ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഉണ്ടാവുമല്ലോ. ഫോമൊക്കെ ഉണ്ട്. നമ്മളിത് മാർക്ക് ലിസ്റ്റ് അടക്കം അവർക്ക് ഇത് കൊടുക്കും. അവരവിടെ നിന്ന് നോക്കിയിട്ട് മാർക്കിന്റെ ബേസിലാണ് സെലക്ഷൻ. അതിൽ പിന്നെ മെറിറ്റ്, പിന്നെ ഇതുണ്ടല്ലോ ഫോർവേഡ് കാസ്റ്റ്, മറ്റേ കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അതെ, നമുക്ക് നമുക്ക് കുറവല്ലേ ഉള്ളൂ. മാർക്ക് കൊണ്ട് തന്നെയാണ് അഡ്മിഷൻ കിട്ടിയത്. എങ്ങനെയുണ്ടായിരുന്നു? എത്ര വർഷം അന്ന് മെഡിക്കൽ? 5 വർഷം. എങ്ങനെയുണ്ടായിരുന്നു ആ കാലഘട്ടം? വളരെ നല്ലൊരു കാലഘട്ടമായിരുന്നു. പക്ഷേ ആദ്യത്തെ രണ്ട് കൊല്ലം ഭയങ്കര ടഫായിരുന്നു. ഈ അനാട്ടമി, ഫിസിയോളജി, അനാട്ടമി ആണല്ലോ. രാമന്തളിയിലെ കുഗ്രാമത്തിൽ ഒരു മനുഷ്യൻ പോയിട്ട് ബോഡി എല്ലാം കൈകാര്യം ചെയ്തു. എങ്ങനെയാണ് ആദ്യത്തെ ഡെഡ് ബോഡി കണ്ട ദിവസം? അത് ഉറങ്ങിയിട്ടില്ല. ആ അനുഭവം ഒന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയാണ് അന്നത്തെ അനുഭവം? ഫസ്റ്റ് ഡേ തന്നെ അവര് പിടിച്ച് ഇതിനുള്ളിലങ്ങ് കയറ്റി. അപ്പൊ ഡെഡ് ബോഡിയില് വെച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഒരു ഇന്നത്തെ മാതിരി ഒന്നല്ലോ, ഡെഡ് ബോഡിയൊക്കെ ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ ഒരു ഹാളിൽ അനാട്ടമി ഡിസെക്ഷൻ ഹാളിൽ ഏകദേശം ഒരു 20 ഡെഡ് ബോഡി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മളെ കുട്ടികളെ ഇന്നത്തെ പോലെ ഫ്രീസർ ഒന്നും വന്നില്ലല്ലോ. ഫോർമലിനാണ് ഇട്ട് വെക്കുന്നത്. എന്നിട്ട് അതിന്റെ ഇതിപ്പം അപ്പർ ലിംബ്, ലോവർ ലിംബ്, അങ്ങനെ ഇപ്പൊ 4 ആയില്ല. ഇത് 1, 2, ഇപ്പൊ 4. ഇതിന് 3 ആള് ഉണ്ടാവും പോസ്റ്റ് ചെയ്യാൻ. ഈ കൈയിന്റെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കാലിന്റെ 3 പേര്, ഈ കാലിന് 3 പേര്, ഈ കാലിന് 3 പേര്. നിങ്ങൾക്ക് ആദ്യം കിട്ടിയത് ഏത് പാർട്ടാണ്? നമുക്ക് കൈയിന്റെ ഈ ഭാഗം ചെയ്യാൻ. ഡെഡ് ബോഡിയുടെ അടുത്ത് പോയി നിന്നപ്പോൾ ഒരു നമ്മൾ മാറി നിന്നു. അപ്പൊ പ്രൊഫസർ വിട്ടില്ല. പ്രൊഫസർ ഒന്നും ഇവിടെ അന്ന് ട്യൂട്ടർമാരി വരുള്ളൂ. അവിടെ ട്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഡെമോൺസ്ട്രേഷൻ എന്താ പറയാ,
അപ്പൊ ആദ്യമൊക്കെ അവർ വന്നിട്ട് കുറച്ചിങ്ങനെ പറഞ്ഞു തരും. അപ്പം പറഞ്ഞു തരും നമുക്കൊരു ബുക്ക് ഉണ്ടാവും, കണ്ണിക എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്. അത് നോക്കിയിട്ടാണ് ഇത് പറഞ്ഞിട്ട് ചെയ്യേണ്ടത്. ഈ മസിൽ ഇങ്ങനെയാണ്, അതിന്റെ നെർവ് ഇങ്ങനെയാണ്, അതിന്റെ ടെൻഡൻ ഇങ്ങനെയാണ്, അതിങ്ങനെ ഡിസെക്ട് ചെയ്തിട്ട് നമ്മൾ ഓരോന്ന് ഇങ്ങനെ കാണണം, കണ്ടിട്ട് പഠിക്കണം. അന്ന് തിയറിയേക്കാൾ കൂടുതൽ പ്രാക്ടിക്കൽ ആയിരുന്നു. ഞാൻ ഈ ഫ്രീസറിന്റെ കാര്യം ചോദിക്കാൻ കാരണം ആ കാലഘട്ടത്തിൽ മോർച്ചറികളിലൊക്കെ ബോഡി അതുപോലെ തന്നെ കിടത്തില്ലേ ചെയ്യുക. ഇന്നത്തെ പോലെ വടക്കേ മലബാറിൽ നിന്നുള്ള അത്യാവശ്യം എല്ലാ ബോഡികളും എത്തുന്ന ഒരു സ്ഥലം തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. അപ്പൊ ഫസ്റ്റ് ഉള്ള ഒരു പോസ്റ്റ്മോർട്ടം ടേബിളിൽ ഉള്ള ഒരു അറ്റൻഡ് ചെയ്തത് എങ്ങനെയാ ഓർമ്മയിൽ? ഇതിപ്പോ നിങ്ങൾ ഈ പറയുന്ന ഡെമോയ്ക്ക് പോകുന്നത് ആ ബോഡി കാലപ്പഴക്കം കൊണ്ട് ഫോർമാലിൻ ഉപയോഗിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അതിനൊരു പരിധിയുണ്ട്. ഒരു മോർച്ചറിയിലേക്കുള്ള ആദ്യത്തെ എൻട്രി എങ്ങനെയാണ്? അല്ല, മോർച്ചറിയിലേക്ക് എൻട്രി എന്ന് നമ്മൾ സാധാരണ പോകുന്ന മാതിരി ഇങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങോട്ട് ഗ്ലോവ്സും മറ്റും. ഫസ്റ്റ് കണ്ട ബോഡി ഏതാണ്? മോർച്ചറിക്കുള്ളിൽ കണ്ട ബോഡി? മോർച്ചറി വെച്ചാൽ നമ്മുടെ മോർച്ചറിയിൽ അതിപ്പോ എനിക്ക് ഓർമ്മയൊന്നുമില്ല. ഒരുപാട് ബോഡി കണ്ട്. പിന്നെ ഞാൻ പിന്നെ ഗവൺമെന്റ് സർവീസിൽ വന്നപ്പോഴും ഞാൻ പോസ്റ്റ്മോർട്ടത്തിന് പോയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്തല്ലോ. നമുക്ക് ഈ ഫോറൻസിക് സർജൻ ഇപ്പം ചെറിയ ഹോസ്പിറ്റലൊന്നും ഫോറൻസിക് സർജൻ ഉണ്ടാവും. ഞാൻ ജില്ലാ ആസ്പത്രിയിലുള്ള അവസരത്തിൽ കുറെ പോസ്റ്റ്മോർട്ടം. കേരളത്തിലെ ആദ്യത്തെ ഫോറൻസിക് സർജൻ തന്നെ ഷെർലി വാസുവാണ്. അവരിപ്പോ എടുത്ത ആൾ മരിച്ചു. എല്ലാ ആശുപത്രികളിലും ഫോറൻസിക് സർജൻ ഉണ്ട്. അന്നില്ല. നിങ്ങളുടെ കാലഘട്ടത്തിൽ ആരായിരുന്നു ഫോറൻസിക് സർജൻ അവിടെ? ഇല്ലല്ലോ. അന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്. അല്ല, ഷെർലി വാസു ആണല്ലോ കേരളത്തിലെ ആദ്യത്തെ. അല്ല, അതിനു മുമ്പേ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കാലത്തുണ്ടല്ലോ. ഡോക്ടർ കന്തസ്വാമി എന്ന് പറഞ്ഞിട്ട്. കന്തസ്വാമി മലയാളിയല്ല. മലയാളി. കേരളത്തിലെ ആദ്യത്തെ ഫോറൻസിക് സർജൻ ഷെർലി വാസുവാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ ആളും ഷെർലി വാസുവാണ്. ലേഡിയാണ്. കന്തസ്വാമി ആയിരുന്നു അന്നത്തെ ഫോറൻസിക് സർജൻ. അദ്ദേഹം ഏതൊക്കെ കേസാണ് അറ്റൻഡ് ചെയ്തിരുന്നത്? അദ്ദേഹം മിക്കവാറും എല്ലാ അദ്ദേഹത്തിന്റെ കീഴിൽ അസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. അസിസ്റ്റൻസ് ആയിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം ജസ്റ്റ് ഒന്ന് പോയി നോക്കുന്നു, മറ്റൊക്കെ ഉണ്ടാവുള്ളൂ, റിപ്പോർട്ട് കൊടുക്കുന്നു. അപ്പൊ MBBS അവിടെ നിന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് MD എവിടെ നിന്നാണ് ചെയ്യുന്നത്? MD തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, രാമന്തളി, തളിപ്പറമ്പ്, കോഴിക്കോട്, പിന്നെ നേരെ തിരുവനന്തപുരത്തേക്ക് പോകാൻ കാരണം? തിരുവനന്തപുരത്ത് കിട്ടിയ. തിരുവനന്തപുരത്ത് MD ഫിസിഷ്യൻ ജനറൽ മെഡിസിൻ എടുക്കാൻ കാരണം എന്താ? ജനറൽ മെഡിസിനോട് ഒരു താല്പര്യം. അതാണ് മറ്റേതാകുമ്പോ സർജറിക്ക് ആകുമ്പോ കീറി മുറിക്കാനും വേണ്ടേ. ഇതാകുമ്പോ ആള് സംസാരിച്ച് നമുക്ക് ഇരിക്കാം. അല്ല, എവിടെയെങ്കിലും ഒരു കസേര മേശ ഉണ്ടായാലും നമുക്ക് പരിശോധിക്കാം. പിന്നെ അതുപോലെ തന്നെ ജനങ്ങളുമായിട്ട് കുറച്ചും കൂടി നമുക്ക് സംവദിക്കാനും അവരുടെ ഒരു ഫുൾ ബോഡി നമുക്ക് പരിശോധിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അവരുടെ മനസ്സിലേക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ജനറൽ മെഡിസിൻ തന്നെയാണ്. ഈ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് പഠനകാലം വേറെ എന്തെങ്കിലും ഓർമ്മയിൽ കടന്നു വരുന്നുണ്ടോ? ഇൻസിഡൻസ് ഒരു ഇൻസിഡൻസ്, അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻസ് ഉണ്ടായത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ DMS എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് തന്നെ ഒരു MBBS കൊടുക്കുന്ന ഒരു പരിപാടി നമ്മൾ EMS ഗവൺമെന്റ് കാലത്ത് വെല്ലിംഗ്ടൺ നടത്തിയിരുന്നു. അപ്പൊ ആ സമയം ആരോഗ്യമന്ത്രിയായിരുന്നു വെല്ലിംഗ്ടൺ. അപ്പൊ വെല്ലിംഗ്ടൺ വരുന്ന അവസരത്തിൽ നമ്മുടെ പിള്ളേരുടെ ആൾക്കാരിനെ കൂടിയിട്ട് ഇയാൾക്കെതിരായിട്ട് ഒരു കരിങ്കൊടി എല്ലാം കൂടി അതൊരു കുറച്ചൊരു പ്രശ്നമായി, കരിങ്കൊടി പ്രകടനം. അപ്പോൾ പ്രശ്നമായപ്പോൾ ഇതായി എല്ലാം കൂടി അവിടെ കുഴപ്പമായി. അപ്പം അത് അന്വേഷണമായി. അതിനെ പറ്റിയിട്ട് അതിനായിട്ട് കുറച്ച് കുട്ടികളെ സസ്പെൻഡ് ചെയ്തു. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുണ്ടോ? ഇത് രാഷ്ട്രീയത്തിന് ഇത് രാഷ്ട്രീയമായിട്ടൊന്നല്ല. മെഡിക്കൽ കോളേജ് ഇപ്പം നമ്മൾ പറയുന്നുണ്ടല്ലോ, കണ്ടൻസെമ്പി മിക്സ് ഓഫ് പാടില്ല പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിന് എതിരായിട്ടുള്ള ഇതിൽ കുറച്ച് വിദ്യാർത്ഥി, അത് നല്ല പഠിപ്പുള്ള നല്ല കുട്ടികളായിട്ടുള്ള കുറെ ആൾക്കാർ ഇവര് ഫോട്ടോ നോക്കിയിട്ട് പിടിച്ച് അന്ന് പറ്റി ഇതൊന്നുമില്ല, ക്യാമറയൊന്നുമില്ല. അവര് ഫോട്ടോ വെച്ച് പിടിച്ച് അവരെ സസ്പെൻഡ് ചെയ്തു. അപ്പൊ ഇവര് സസ്പെൻഷൻ വന്നപ്പോഴേ എന്റെ പിന്നാലെ ആയിട്ടില്ല. ഏട്ടൻ MLA ആണ്, തളിപ്പറമ്പ് MLA ആണ്. അവർക്ക് അറിയാം ഇത് ഏട്ടൻ MLA എന്നറിയാം. എന്നിട്ട് അവർ പറയുമ്പോൾ എനിക്കൊന്നും ചെയ്തിരിക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്നിട്ട് ഇവരെയും കൂട്ടിട്ട് ഏട്ടൻ്റെ അടുത്തേക്ക് പോയി. ഏട്ടനൊന്നും പറഞ്ഞില്ല. ഏട്ടൻ അവരെയും കൂട്ടി എല്ലാ കാര്യങ്ങളും അവർ പറയുന്നൊക്കെ കേട്ട് അവരെയും കൂട്ടി തിരുവനന്തപുരത്ത് പോയി. എന്നിട്ട് തിരുവനന്തപുരത്തിട്ട് അത് രമ്യമായി പരിഹരിച്ചു. അത് ക്യാൻസലാക്കി കൊടുത്തു. അതിന് MBBS കഴിഞ്ഞു. അത് കഴിഞ്ഞ് MD അവിടുന്ന് ചെയ്യുന്നു. അതിനുശേഷം ഫസ്റ്റ് സർവീസ് എവിടെയാണ്? ഫസ്റ്റ് സർവീസ് എനിക്ക് ESIയിലായിരുന്നു. ഞാൻ പ്രൈവറ്റ് ആയിട്ട് തുടങ്ങിയല്ലോ. അത് കഴിഞ്ഞിട്ടാണ് MBBS കഴിഞ്ഞപാട് ഞാൻ ഇവിടെ പ്രൈവറ്റ് ആയിട്ട് തുടങ്ങി. പയ്യന്നൂർ ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിലുള്ള ഒരു ഇതിലൊരു റൂം എടുത്തിട്ട് അവിടെ പ്രാക്ടീസ് തുടങ്ങി. അവിടെ ഏകദേശം 1 വർഷത്തോളം. അവിടെ വലിയ പച്ച പിടിച്ചൊന്നുമില്ല. അപ്പൊ എന്ത് വിചാരിച്ചു, എന്നാ പിന്നെ ഉച്ചയ്ക്ക് ചേട്ടൻ രാമന്തലി പോകാന്ന് വിചാരിച്ചു.
കോട്ടയ്ക്ക് കഷ്ടപ്പാട് അറിയാലോ. തോണിയും കടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. എന്നിട്ട് അങ്ങനെ 6 മാസം അവിടെ രാമന്തലിയിൽ പോയി. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ അവിടെ പ്രാക്ടീസ് ചെയ്തു. അതിന് ശേഷം പിന്നെ രാവിലെ ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെ ഷട്ടിൽ അടിച്ചിട്ട് ഒരു കൊല്ലത്തോളം അങ്ങനെ പോയപ്പോൾ എനിക്ക് 72 ജാനുവരിയിൽ ഗവൺമെന്റ് സർവീസിൽ കിട്ടി. എവിടെയാണ് ഫസ്റ്റ് പോസ്റ്റിംഗ്? ഫസ്റ്റ് എനിക്ക് ESIലാണ് അപ്പൊ പോസ്റ്റ്. അതിനുശേഷമാണ് MD എടുക്കുന്നത്. സർവീസ് കയറിയതിനു ശേഷം എവിടെയാ ഫസ്റ്റ് പോസ്റ്റിംഗ്? ESIയിൽ കൊട്ടാരക്കര. കൊട്ടാരക്കര കിട്ടി. എന്താണ് ആ കൊട്ടാരക്കര അനുഭവം? കൊട്ടാരക്കരയിലെ നാടാണ്. കൊട്ടാരക്കരയില് അവിടെ പോയി താമസിച്ചു. അവിടെ ESI അല്ലേ, ESIയിൽ വേറെ 2 ഡോക്ടർമാരും കൂടിയുണ്ട്. അപ്പൊ കാര്യമായിട്ട് പണിയൊന്നുമില്ല ESI ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ. അങ്ങനെ അവരെ കൂടെ കുറച്ചു കാലം അവിടെ നിന്ന് താമസിച്ചു. ഞാൻ ഇപ്പം അപ്പൊ ഏട്ടൻ ഇവിടെ പറഞ്ഞിട്ട് ഏട്ടൻ എല്ലാം കൂടെ കണ്ട് ഇവിടെ വളവട്ടണ ESIയിലാണ് കിട്ടിയത്. ആദ്യകാലം പിന്നെ എനിക്ക് ഗവൺമെന്റ് സർവീസിലേക്ക് പോയി. മറ്റേ ഇത് എന്താ പറയുക, ഹെൽത്ത് സർവീസിലേക്ക് കിട്ടി. ഹെൽത്ത് സർവീസിൽ കിട്ടിയ അവസരത്തിലാണ് ഞാൻ സാന്റോളത്തിലാണ് പിന്നീട് പോയത്. TB സാന്റോളത്തിൽ കുറച്ച് ഏകദേശം 400 രോഗികൾ കിടക്കുന്നത്. ഇന്ന് ക്ഷയം വ്യാപകമായിട്ടുള്ള ക്ഷയം വ്യാപകം കണ്ടു വെച്ചാൽ ഇന്നത്തെ നമ്മുടെ പരിയാരം TB സാനിറ്റോറിയം വന്നുണ്ടോ? അവിടെ എന്റെ പോയത് അവിടെ പോസ്റ്റിംഗ് ഔസേപ്പ് ഡോക്ടറുടെ കൂടെ. ഔസേപ്പ് ഡോക്ടറാണ് സൂപ്രണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്ന സ്ഥലത്താണ് TB സാനിറ്റോറിയം. 400 രോഗികളുണ്ട്. 400 രോഗികൾ കിടക്കുന്ന സ്ഥലമാണ്. അവിടെ അന്ന് എയ്ഡ്സ് രോഗികൾ ഇതിന്റെ കൂടെ തന്നെയാണോ? അല്ല അന്ന് എയ്ഡ്സ് ഇല്ലല്ലോ. അന്ന് അവര് സ്ഥിതി എയ്ഡ്സിനെക്കാട്ടിയും കഷ്ടമാണ്. ആരും അടുപ്പിക്കില്ല. അങ്ങനെ TB ആണെന്ന് കണ്ടാൽ ഉടൻ തന്നെ ഇവിടെ. എന്താണ് അന്നത്തെ അവസ്ഥ? എന്തായിരുന്നു ഈ രോഗികളുടെ അവസ്ഥ? വളരെ മോശപ്പെട്ട അവസ്ഥയാണ്. കാര്യമായിട്ട് മരുന്നുമില്ല. അന്ന് കാര്യമായിട്ട് ഡോട്ടൊന്നുമില്ല. അന്ന് ഈ ഇഞ്ചക്ഷനാണ്, സെപ്റ്റോമൈസിൻ ഇഞ്ചക്ഷൻ, INH, നയാസിറ്റസോൺ, പിന്നെ PAS എന്ന് പറയുന്നത് ഈ 4 ഗുളികകൾ മാത്രമേ ഉള്ളൂ. 4 മരുന്നുകൾ. മരണം ഉറപ്പായിരുന്നു ആ കാലത്ത്. മിക്കവാറും ഒരുപടി അതിലെ ഈ ഡെഡ് ബോഡിന് വേഗത്തിൽ കിട്ടുന്നത് അന്ന കാലത്ത്. ക്ഷയരോഗികളുടെ ഡെഡ് ബോഡിയാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിരുന്നത്. ഉണ്ടെങ്കിൽ തന്നെ അവിടെ തന്നെ ഇവര് ബോഡി വാങ്ങിക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി റിലേറ്റീവ്സ് ഒന്നും വരില്ല. അവരെ നമ്മൾ അവിടെ തന്നെ കുഴിച്ചിട്ടുണ്ട്. അവിടെ തന്നെ ശ്മശാനമൊക്കെ ഉണ്ട്. അവിടെ ഏകദേശം 360 ഏക്കറുള്ള സ്ഥലമാണത്. 360 ഏക്കർ സ്ഥലം. അവിടെ സാമുനാറിന്റെ സ്ഥലം സാഹിബാണ് ആ സ്ഥലം കൊടുത്തത് സ്ഥാപിക്കാനായിട്ട്. അന്ന് ഇത് ഫീമെയിൽ വാർഡുണ്ട്, മെയിൽ വാർഡുണ്ട്. അങ്ങനെ ഏകദേശം 300 അവരെയൊക്കെ നോക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്താ ഓർമ്മയിലുള്ളത്? കാരണം അന്ന് ക്ഷയം വന്നിങ്ങനെ വീട്ടുകാർ. അല്ല, പക്ഷെ അന്ന് ഒരു പേടി ഉണ്ടായിട്ടാന്നുള്ളതാണ് താങ്കൾക്ക്. അന്ന് ഞങ്ങൾ പേടി. ഞാൻ ആറുമായിരുന്നു. അപ്പൊ ഞാൻ എല്ലാ മാസ്ക് എടുക്കലില്ല. സൂപ്രണ്ട് ഇടയ്ക്ക് ഒരു മാസ്ക് വെക്കുന്ന കാണാം. ഇതെന്തിനാ വെക്കുന്നത് നമുക്കറിയാം. അപ്പൊ ഇത് രാവിലെ റൗണ്ട്സിന് പോകും. OP ഉണ്ട്. ഇത് നമ്മുടെ AN പൊതുവാളല്ലേ ഇവിടുത്തെ, മരിച്ചുപോയില്ലേ, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ തലശ്ശേരിയിലത്തെ വിജയഭാരതി ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇനീഷ്യൽ പീരീഡിൽ വിജയഭാരതി ഡോക്ടർ വാസുദേവൻ ഡോക്ടർ ഉണ്ടായിട്ടില്ല. വാസുദേവൻ ഡോക്ടർ താല്പര്യം ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങളൊക്കെ കുറച്ച് ആൾക്കാർ അവിടെ ഇങ്ങനെ. പിന്നെ ഒരു ഇവിടെ കാഞ്ഞങ്ങാടുള്ള ബാലസുബ്രഹ്മണ്യം നിങ്ങളെല്ലാവരും അവിടെ ഉണ്ട്. ഈ 10-400 രോഗികളും ഉണ്ട്. ഇവരെല്ലാം മരിച്ചു പോകാന്നല്ലാണ്ട് ജീവിച്ച് രക്ഷപ്പെട്ട് പോക്ക് കുറവാണ്. അത് പെട്ടെന്ന് ഈ ചോര ഛർദ്ദിച്ചിട്ടാണ് പെട്ടെന്നുള്ള ഡെത്ത്. ചോര ഛർദ്ദിച്ച ആളുകൾ മരിക്കും. ക്ഷയരോഗത്തിന് മരുന്നില്ലാത്ത പിന്നീട് മരുന്നുകൾ വന്നു. വസൂരി വന്ന ആള് മരിക്കുന്നതിന് തുല്യമായ സമാനമായ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെയാണ് ഗവൺമെന്റ് സർവീസിൽ. അങ്ങനെ അവിടെ എപ്പോഴാണ് പിന്നെ MDക്ക് പോകുന്നത്? അതിന് ശേഷമാണ് MDക്ക് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് MDക്ക് പോയിട്ട് പിന്നെ രണ്ടാമത് അവിടെ വന്നു. ഒരു പ്രാവശ്യം കൂടി വന്നു. അല്ലെ, എത്ര കാലം അങ്ങനെ ഈ ഗവൺമെന്റ് സർവീസിൽ ഉണ്ടായിരുന്നു MDക്ക് പോകുന്നതിന് മുമ്പ്? ഇവിടെ അല്ലേ, ഇവിടെ ഞാൻ 3 വർഷം വർക്ക് ചെയ്തു. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് പിന്നെ MDക്ക് പോയി. അല്ല, അതിനുശേഷം പിന്നെ ഇവിടത്തേക്ക് വന്നു. ഇവിടെ വന്നു 80-ല്. ഇവിടെ ആശുപത്രിയുടെ തുടക്കകാലത്ത് താങ്കളുണ്ട് അല്ലേ? അത് എങ്ങനെയായിരുന്നു അതിന്റെ തുടക്കം? തുടക്കം ഇവര് സൊസൈറ്റി ആയിട്ടില്ലേ തുടക്കം. MV രാഘവന്റെ കൂടെയാണെന്ന്. MV രാഘവനാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹമായിട്ടുള്ള ഒരു സൗഹൃദം എങ്ങനെ ഉണ്ടായിരുന്നു ആ കാലത്ത്? വളരെ നല്ല സൗഹൃദം. എന്താണ് അദ്ദേഹത്തെ വിലയിരുത്തുന്നത്? എങ്ങനെയാണ്? അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. നമ്മളെ മനസ്സറിഞ്ഞ് നമ്മളോട് സ്നേഹിച്ചാൽ നന്നായി സ്നേഹിക്കുന്ന മനുഷ്യനാണ്. മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന. കേരള കണ്ണൂർ ജില്ലയിൽ മലബാറിൽ ആദ്യത്തെ സഹകരണ പ്രസ്ഥാനമായിരിക്കുമല്ലോ ഇത്, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ. അത് എവിടെയാ തുടങ്ങുന്നത് ആദ്യം? AKG ആശുപത്രി. ഞാൻ പറഞ്ഞില്ല, ഇവിടെയാണെന്ന് പറഞ്ഞില്ല. ഇതിന്റെ ഇപ്പോഴുള്ള നമ്മുടെ ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ, ഈ ബിൽഡിങ്ങിന് മുൻവശത്തെ ഒരു വാടക വീട്ടുണ്ട്.
ആ വാടക വീട് അതെടുത്ത് കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തി ഏകദേശം 25 രോഗികളെ കടത്തത്തക്ക വിധത്തിലുള്ള ഒരു ആസ്പത്രിയാക്കിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തു. അന്ന് ആരൊക്കെയാണ് നിങ്ങളുടെ AKG ആശുപത്രി തുടങ്ങുമ്പോൾ ആരൊക്കെയാണ്? ഡോക്ടർ TB സാറ്, TB സാറ്, പിന്നെ ഞാനുണ്ട്, പിന്നെ ഒരു ലേഡി ഡോക്ടർ വിജയഭാരതി, ഇങ്ങനെ 3 പേരുമാണ് അന്നത്തെ ഡോക്ടർമാർ. ബേബി സുധാകരൻ. നിങ്ങൾ 4 പേര് 4 പേര് ചേർന്ന് MV രാഘവനാണ് അതിന്റെ രൂപകൽപ്പന ചെയ്യുന്നത്. നിങ്ങൾ ആശുപത്രി തുടങ്ങുന്നു. 25 പേരെ കടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ട്. MV രാഘവൻ അതിന്റെ പ്രസിഡന്റ്. പിന്നെ CP രാമനാണ് സെക്രട്ടറി. CPD ആണ് അതിന്റെ ഇത് സെക്രട്ടറി, ഓണററി സെക്രട്ടറി. പിന്നെ നമ്മുടെ രാഘവൻ വന്നു, മറ്റേ ഡിപ്പാർട്ട്മെന്റ് ഇത് എനിക്കൊന്ന് ട്രാൻസ്പോർട്ടിലാണ് മറ്റേ ഉണ്ടായിരുന്നു തോന്നുന്നു, അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ തുടങ്ങി 3 കൊല്ലം ഏകദേശം അങ്ങനെ പോയി. പിന്നാണ് ഇവിടുന്ന് അവിടെ ഇങ്ങനെ നിന്നാൽ പോരെ, കുറച്ചും കൂടി വിപുലമായ തോതിൽ നടത്തണമെന്ന് പറഞ്ഞാൽ പാപ്പം തന്നെ ഈ സ്ഥലം കിട്ടി. ഇപ്പൊ നമ്മുടെ ഇരുന്ന് സംസാരിക്കുന്ന ഈ സ്ഥലം കിട്ടി. അപ്പൊ അവിടെ ബിൽഡിംഗ് ക്രമേണ തുടങ്ങി. ബിൽഡിംഗ് ഇത് വന്നു. ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും തുടങ്ങി. അത് അന്നത്തെ ഗവർണറാണ് ഉദ്ഘാടനം ചെയ്തത്. EK നാരായണ സാർ ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി. 86 ആയിട്ടുണ്ടാവും അല്ലേ? 86-87 കാലഘട്ടമായിരിക്കും അത്. അതെ, അത് 84-ന്റെ തുടക്കത്തിലാണ്. 4 വർഷം കൊണ്ട് തന്നെ സ്വന്തമായ ബിൽഡിംഗ് ആയി. അപ്പോഴും താങ്കൾ ഈ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ട്. അങ്ങനെ ഇവിടെ തുടങ്ങിയിട്ട് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യായിരുന്നു. പിന്നെ നമ്മുടെ ബിൽഡിംഗ് ഏകദേശം ശരിയായി വരുന്നു. അപ്പോ ഭാരത് സാർ വിളിച്ചു. PK ഭാരത് സാർ അറിയില്ലേ? മണിപ്പാലിലായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് മണിപ്പാലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ നിന്ന് ഇവർ പാർട്ടി മുഖാന്തരം പോയി ഇടപെട്ടിട്ട് അദ്ദേഹത്തെ ഇവിടെ വരുത്തി. ഇങ്ങോട്ട് വന്ന് ഇവിടെ ഭാരത് സാറായിരുന്നു. പിന്നീട് അത്രയും പ്രഗത്ഭനായ ഒരു സർജന് അതാണ് നമ്മുടെ അടിത്തറ ഭദ്രമായത്. അങ്ങനെയാണ് കൂടിയിട്ട് അടിത്തറ ഭദ്രമായി. അപ്പം ഭാരത് സാർ വന്നു പറഞ്ഞ പേരായില്ലേ. പിന്നെ പേഷ്യൻസിന്റെ വരവായി, പിന്നെ സർജറി പലങ്ങളായിട്ട് ഇങ്ങനെ ഭാരത് സാറ് ആ നിലയിൽ വന്നു. ഭാരത് സാറ് കൂടെ പിന്നെ കോഷി ഡോക്ടറും കൂടെ വന്നു. കോഷി ഡോക്ടർ വരാൻ കാരണം എന്താ വെച്ചാൽ ഈ കോഷി ഡോക്ടർ ഇത് നമ്മുടെ ഗവൺമെന്റ് സർവീസിലായിരുന്നു. അന്നേരം ഒരു കേസ് വന്നു, പ്രമാദമായിട്ട് ഒരു കണ്ണൻ കോഷി കേസ് സസ്പെൻഡ് ചെയ്തു. സർക്കാർ സർവീസ് സസ്പെൻഡ് ചെയ്ത് ഉടനെ തന്നെ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, മേരി മാത്യു വന്നിട്ട്, മേരി മാത്യു പറഞ്ഞാൽ കോഷി ഡോക്ടറുടെ മിസ്സസ് വന്നിട്ട് PKR ഭാരത് സാറുമായിട്ട് സംസാരിക്കുകയും അങ്ങനെ ഇവിടത്തേക്ക് വരികയും ചെയ്തു. പിന്നീട് അദ്ദേഹം ഇവിടുന്ന് പോയിട്ടില്ല. അപ്പൊ പ്രഗത്ഭരായ വാര്യർ കോഷി സാറ് ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ വന്നു. അപ്പൊ പൊതുവാൾ സാർ ആ സമയത്ത് ഇവിടെ ഉണ്ട്. എന്നിട്ട് ഇവിടുന്ന് പിന്നെ പോകുന്ന എപ്പോഴാണ്? പിന്നീട് ഞാൻ പോകുന്നത് 84 ഞാൻ പോകുന്നു. എങ്ങോട്ടേക്കാണ് പോകുന്നത്? അന്നേരമാണ് PG എടുക്കുന്നത്. 84 PG എടുക്കുന്നത്. അതുവരെ MBBS മാത്രമേ ഉള്ളൂ. അങ്ങനെ PG എടുക്കുന്നു. എത്ര വർഷം PG എടുത്തു? PG എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പിന്നെ സർക്കാർ സർവീസിൽ കയറിയോ? സർക്കാർ സർവീസിൽ കയറാണ്ടിരിക്കാൻ പറ്റുമല്ലോ. അവിടെയാണല്ലോ നമ്മുടെ ഇത് ബേസ് കിടക്കുന്നത്. അവിടെ സർക്കാർ സർവീസിൽ കയറി. പിന്നെ അവിടുന്ന് പോസ്റ്റ് ഒരു പ്രാവശ്യം കൂടി ഞാൻ പറഞ്ഞല്ലോ, TB സെന്ററിൽ പോണ്ടി വന്നു പെരിയാരത്ത്. പിന്നെ അവിടെ പോയിട്ട് 2 കൊല്ലം വർക്ക് ചെയ്തു. അന്നേരം പേര് മാറി, സാനിറ്റോറിയം ഫോർ ചെസ്റ്റ് ഡിസീസ്. TB സാനിറ്റോറിയം പേര് മാറിയെന്നേ ഉള്ളൂ. പക്ഷേ പിന്നീട് രോഗികളുടെ ആ ഇതിലൊക്കെ മാറ്റം വന്നു. കുറഞ്ഞ് രോഗികൾ TB രോഗം പറഞ്ഞത് വീടുകളിൽ ചികിത്സിക്കാന്നുള്ള ഒരു സ്വീകരിക്കാൻ തുടങ്ങി. ആളുകൾക്ക് കുറച്ചും കൂടി ഇതിനോട് പേടി അങ്ങ് കുറഞ്ഞു. ഡിസ്ട്രിക്ട് TB സെന്റർ ഒക്കെ തുടങ്ങി. അതിന്റെ പേര് അങ്ങനെയായി. അങ്ങനെ അവിടെ 2 കൊല്ലം അത് കഴിഞ്ഞ് പയ്യന്നൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി. അത് കഴിഞ്ഞ് പയ്യന്നൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അവിടെ പോയി 2 കൊല്ലം അവിടെ താമസിച്ചു. 2 കൊല്ലം അവിടെ താമസിച്ച പയ്യന്നൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അങ്ങനെ ചെയ്യുന്ന അവസരത്തിലാണ് ഇവർ പറഞ്ഞത് ഇവിടുന്ന് രണ്ടാമത് ഇവർ എന്റെ പിന്നാലെ വരാൻ തുടങ്ങി. ഗവൺമെന്റ് സർവീസ് തന്നെയാണോ അന്ന് ബന്ധപ്പെട്ടത്? അത് വാര്യർ സാറാണോ? അന്ന് ബന്ധപ്പെട്ടത് ഇതിന്റെ മാനേജ്മെന്റ് അന്ന് O ഭരതനാണ് മാനേജർ. അന്ന് പ്രസിഡന്റ് O ഭരതനാണ്. അപ്പൊ 87 MVR ട്രാക്ക് മാറിയില്ലോ. O ഭരതൻ പ്രസിഡന്റായി. O ഭരതനാണ് പിന്നെ താങ്കളെ ബന്ധപ്പെടുന്നത്. അപ്പൊ വാര്യർ സാർ ഇവിടെ ഉണ്ട്. അന്നേരം ഭാരത് സാർ. അപ്പൊ തിരിച്ച് താങ്കൾ വീണ്ടും ഇങ്ങോട്ട് വരുന്നു. ഇവർ ഡെപ്യൂട്ടേഷൻ ആക്കി. രണ്ടാമത് ഇവിടെ വന്ന് പിന്നെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഞാനും പിന്നെ ഇവിടെ വന്നു. പിന്നെ ഒരു ലേഡി ഡോക്ടറും കൂടിയുണ്ട്, പൂർണിമ ഡോക്ടറും കൂടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു കുറച്ച് ഇത്.
അപ്പൊ ആദ്യത്തെ 2 നിലയിൽ നിന്ന് അപ്പോഴത്തേക്ക് 4 നില പിന്നെ അന്നേരം പിന്നെ 3 നില വന്നു. മൂന്നാം നില മൂന്നാം നില വന്നു. 3-ാം നില വന്നിട്ട് പിന്നെ ആ ഒരു സ്റ്റാഗ്നേഷനാണ്. 3-ാം നില വന്നു. പിന്നെ ഓബരതൻ സാർ ഇവിടുന്ന് പോയി. പിന്നീട് വന്നതാണ് നമ്മുടെ പ്രകാശ് മാഷാന്ന് തോന്നുന്നു. ചന്ദ്രൻ. അതിനുശേഷം പ്രകാശം മാഷ. അപ്പൊ ഈ കാലഘട്ടത്തിലൊക്കെ താങ്കൾ ഇതിനോടൊപ്പം AKG ആശുപത്രിയോടൊപ്പം സഞ്ചരിക്കുകയായിരുന്നു. ഈ കാലഘട്ടത്തിലൊക്കെ താങ്കളുടെയൊക്കെ തുടക്കകാലം ആദ്യമേ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇപ്പൊ ചോദിക്കാം. ഇപ്പൊ നമ്മൾ എല്ലാ ചികിത്സയും തുടങ്ങുന്നത് ഈ ഉപകരണങ്ങളുടെ റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇന്നിപ്പോ ഒരു രോഗി വന്ന ഉടൻ ആദ്യം ബ്ലഡ്, പിന്നെ സ്കാന്, അങ്ങനെ അങ്ങ് പോവാണ്. ആ കാലഘട്ടത്തിൽ പൾസ് നോക്കി ചികിത്സിക്കുന്ന, ആളെ നോക്കി ചികിത്സിക്കുന്ന ആ കാലം, ആ ഓർമ്മ എങ്ങനെയാണെന്ന്? പിന്നെ ഇപ്പോഴും നമ്മൾ ഏകദേശം ആ വിധത്തിലുള്ള ആ നിലയിലൊക്കെയാണ് നമ്മുടെ ഇവർ ചെയ്യില്ല. അവര് ഇപ്പോഴത്തെ ആൾക്കാർ പേഷ്യനെ തൊടില്ല. ഇപ്പൊ നമ്മൾ ആ കാലഘട്ടത്തിൽ എങ്ങനെ വെച്ചാൽ പേഷ്യനെ പരിശോധിച്ച് പൾസ് നോക്കി, BP നോക്കി, പേഷ്യന്റ് ക്ലിനിക്കലായിട്ട് പരിശോധിച്ച് അവരോട് ഹിസ്റ്ററി എടുത്ത് അവരോടും ചോദിച്ച് അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനോടും ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന്റെ ശേഷമാണ് നമ്മുടെ ചികിത്സയും. പിന്നെ അതിനുശേഷം എന്തെങ്കിലും അത്യാവശ്യം വേണമെങ്കിൽ എന്തെങ്കിലും ലാബറട്ടറി ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് കൊടുക്കും. നമ്മൾക്ക് അന്ന് പിന്നീടുള്ളത് എന്താണെന്ന് വെച്ചാൽ എക്സ്റേ ആണുള്ളത്. ആകെ എക്സ്റേ മാത്രമേ ഉള്ളൂ. പിന്നീടുള്ളത് പിന്നെ അൾട്രാസൗണ്ട് ഒക്കെ വളരെ കഴിഞ്ഞിട്ടാണ് വന്നത്. അതുപോലെ തന്നെ CT സ്കാനും വളരെ കഴിഞ്ഞിട്ടാണ് വന്നത്. ഈ സംവിധാനം ഇല്ലാതെ സ്വഭാവം മുഴുവൻ രോഗിനെ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ചികിത്സയാണ്. ആ ചികിത്സ എപ്പോഴും പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ടോ താങ്കളുടെ ജീവിതത്തിൽ? കാര്യമായിട്ട് പ്രതിസന്ധി ഉണ്ടാവില്ല. പ്രതിസന്ധി വെച്ചാൽ നമ്മുടെ ഡയഗ്നോസിൽ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ഇപ്പം തന്നെ ഇപ്പം വയറുവേദന വന്നു എന്ന് ചോദിച്ചാൽ, ഒരു വയറുവേദന വന്നു ചോദിച്ചാൽ നമുക്ക് ക്ലിനിക്കലായിട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാക്കും ഇത് അപ്പൻഡിസൈറ്റിസ് ആണോ എന്നുള്ളത് മനസ്സിലാക്കും. ഇപ്പൊ കുരിശ് ഡോക്ടറൊക്കെ ആണെങ്കിൽ ഉടനെ തന്നെ അവിടെ കൈവച്ചിട്ട് തിയേറ്ററിലേക്ക് മാറ്റും എന്ന് പറയും. ഉടനെ തന്നെ ഒന്നുമില്ല, തിയേറ്ററിലേക്ക് മാറ്റി ഇത് അപ്പൻഡിസൈറ്റിസ് ആണ്, ഇത് മാറ്റം പറയും. ഇപ്പോഴതല്ല, ഇത് നോക്കി ഇപ്പോഴെന്ന് വെച്ചാല് പേഷ്യന്റിനെ നോക്കി അൾട്രാസൗണ്ട് എടുത്തു, അതിലും ചെറിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയും ഒരു CT സ്കാൻ കൂടി എടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു MRI കൂടി എടുക്കും. ഇതാണ് അവസ്ഥ. അത് കഴിഞ്ഞ് ECG എടുത്ത് എക്കോ എടുത്ത് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇത് തുറക്കുള്ളൂ. പണ്ടത്തെ പോലെ കോശിദാർ നോക്കിയിട്ട് തിയേറ്ററിലേക്ക് എടുക്കുന്നു, അതൊന്നും നടക്കൂല അല്ലെ? ഈ EMSനെയും AKGയെയും അതുപോലെ KPRനെയും ഒക്കെ നോക്കിയ അനുഭവങ്ങൾ എങ്ങനെയാണ് ഓർമ്മയിൽ? EMSനെ എപ്പോഴാണ് കാണുന്നത്? EMSനെ ഒരു രോഗി എന്ന നിലയ്ക്ക് എപ്പോഴാണ് കാണുന്നത്? EMSനെ രോഗി എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ കണ്ടത് ഇവിടെ വെച്ചിട്ടാണ്. 1997 97 ഇവിടെ കണ്ണൂർ ഏതോ പരിപാടിക്ക് വന്ന അവസരത്തിൽ എന്തോ ചെറിയ ഒരു അസ്വസ്ഥത കൊണ്ട് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു അന്ന് ജില്ലാ സെക്രട്ടറി. അദ്ദേഹം എന്നെ കൂട്ടിയിട്ട് പോയി. രാവിലെയാണ് ഞങ്ങൾ പോയത്. രാവിലെ ഒരു 6 മണിയോട് കൂടെ പോകുമ്പോൾ അദ്ദേഹം കുറച്ച് പേപ്പറൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ EMS അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു ബനിയനും ഒരു ലുങ്കിയൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോഴിങ്ങനെ പറഞ്ഞ് എന്നെ പറ്റിയിട്ട് പറഞ്ഞു കൊടുത്തു. ഡോക്ടറാണ്, അനുജനാണ്, ഏട്ടനെ അറിയാലോ. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഞാൻ PP ജോസഫിൻ്റെ മരുന്നാണ് ഞാൻ കഴിക്കുന്നത്, മരുന്നിൻ്റെ പേരൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പരിശോധിക്കാമെന്ന് പറഞ്ഞ് പരിശോധിച്ചു. അപ്പോൾ അത് ജീവിതത്തിലെ ഏറ്റവും എന്താ പറയാ അസുലഭമായ ഒരു സന്ദർഭമായിരുന്നു. AKG ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ആ ഒരു ഇത് 57 ഇലക്ഷൻ കഴിഞ്ഞ് മന്ത്രിസഭ പിരിച്ചു വിട്ടല്ലോ. മന്ത്രിസഭ പിരിച്ചു വിട്ടിട്ട് പിന്നെ രണ്ടാമത്തെ ഇലക്ഷനിൽ ഇവർ ഇലക്ഷൻ വർക്ക് കഴിഞ്ഞ് രാത്രി എപ്പോഴാണ് വന്നതെന്ന് അറിയില്ല. രാവിലെ എണീക്കുമ്പോൾ കണ്ട് AKG അവിടെ ഇരിക്കുന്നുണ്ട്. AKG ആ പഴയ ഒരു റേഡിയോ ഉണ്ട്, ട്രാൻസിസ്റ്ററിന്റെ ചെറിയ ഫിലിപ്സിന്റെ റേഡിയോ. അത് വെച്ചിട്ട് ഇങ്ങനെ ന്യൂസ് ഇത് ഞങ്ങളുടെ വീട്ടില് അന്ന് ഞങ്ങൾ വാടക വീട്ടിലാണ് അവിടെ താമസിക്കുന്നത്. ആ വീട്ടിൽ ഇങ്ങനെ അല്ല ഏട്ടനെ ഒന്നിച്ചിട്ട് അച്ഛൻ പോയിട്ട് വന്നതല്ലേ, ഇവര് ഒന്നിച്ച് വന്നതല്ലേ. അപ്പൊ അന്നേരം എന്നോട് എന്താ ചോദിച്ച ബാലകൃഷ്ണ എങ്ങനെയാണ് മറ്റേതാണെന്നാണ് പഠനത്തെ പിന്നീടൊക്കെ ചോദിച്ച് കാണും. അപ്പോൾ അദ്ദേഹം ഈ എന്തോ ന്യൂസ് കേൾക്കാണ്. ആ സമയത്ത് എന്തോ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് കേട്ടിട്ട് അതിനെ പറ്റി ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പൊ അങ്ങനെയാണ്, അതാണ് AKG ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ പലപ്പോഴായിട്ട് ഇങ്ങനെ കാണുമായിരുന്നു. ഇവിടെ പിന്നെ അദ്ദേഹത്തെ എപ്പോഴെങ്കിലും ചികിത്സിക്കാനോ അങ്ങനെ ചികിത്സിച്ചിട്ടൊന്നും. KPRമാരെ എങ്ങനെയാ നോക്കാനുള്ള അവസരം? KPR 3 പേര് KPRന് പല അസുഖങ്ങൾ വന്നു. അവസാനത്തെ KPRന്റെ അസുഖം വന്നു വെച്ചാൽ വയറുവേദന,
വയറ്റിൽ ഇങ്ങനെ പോക്കുമായിട്ട് രക്തം പോകുന്ന ഒരു അസുഖമായിട്ടാണ് വന്നത്. അത് ഇവിടെ അഡ്മിറ്റ് ആക്കിയിരുന്നു അതിന് മുമ്പ് തന്നെ. പിന്നീട് ഞാൻ ജില്ലാ ആസ്പത്രിയിലുള്ള അവസരത്തിലാണ് അങ്ങോട്ട് വന്നത്. അവിടെ അഡ്മിറ്റ് ആക്കി. അവിടെ അഡ്മിറ്റ് ആക്കിയിട്ട് അന്ന് മുഖ്യമന്ത്രി നായനാറായിരുന്നു. നായനാർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരികയും ചെയ്യും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞു വേറെ എവിടെയെങ്കിലും പോകുന്നതിന് നല്ലതെന്ന് മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി അതിൻ്റെ ഒന്നും ആവശ്യം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അധികം നമ്മൾ ബോധ്യപ്പെട്ട് അങ്ങനെയാണ്. KPR ആര്യപ്പൻ എന്ന് പറഞ്ഞാല് ഒരു ഇതുപോലെ ഇതിന്റെ ഡയറക്ടർ മറ്റൊക്കെയായിരുന്നു അദ്ദേഹം ആ സ്വാതന്ത്ര്യ സമര കാലത്തെ ആ പാട്ടനം പാടിയിട്ട് നല്ല രസമായിരുന്നു. ഗൗരവമൊന്നുമില്ല. നല്ല രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹവും ഇങ്ങനെ പലവിധ അസുഖങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹം അവസാനം IMA ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ? IMA യിലുണ്ട്. IMA പ്രവർത്തിച്ചിട്ടുണ്ട്. പയ്യന്നൂരുള്ള സമയത്ത് തന്നെ ഞാൻ അവിടെ സെക്രട്ടറി ആയിരുന്നു. ഇവിടെ ഞാൻ IMA പ്രസിഡന്റ് ആയിട്ടുണ്ട്, സെക്രട്ടറി ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഇപ്പോഴും ഞാൻ ഉണ്ട് എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുണ്ട്. IRPC ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ IRPC പ്രവർത്തനങ്ങളല്ല 2012 മുതലാണ് ഞങ്ങൾ IRPCയുടെ തുടക്കകാലത്ത് താങ്കൾ ഉണ്ട്. ആരാണ് ഈ ആശയം പറയുന്നത്? IRPCയുടെ ആശയം പറയുന്നത് എനിക്കൊന്ന് പാർട്ടിയുടെ ഒരു തീരുമാനമാണ്. കാരണം ഈ കൃഷ്ണപിള്ളയുടെയും മറ്റുമൊക്കെയുള്ള അത് ആ കാലത്തുള്ള അവരുടെ ജനസേവനവും മറ്റും മറിച്ചൊക്കെ അതായത് ജനങ്ങളെ നമ്മുടെ കൂടെ നിർത്തണമെങ്കിൽ ഇതുപോലെയുള്ള സാന്ത്വന പരിചരണ രംഗത്തുള്ള സേവനങ്ങൾ കൊണ്ടേ പറ്റുമെന്നുള്ള ഒരു ഇത് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് ഈ IRPC തുടങ്ങുന്നത്. അതൊരു പാർട്ടിയുടെ ഭാഗമായിട്ടാണ്. ഞാനിവിടെ തുടങ്ങി കോഴിക്കോട് മെഡിക്കൽ കോളേജിലത്തെ അദ്ദേഹം രാജഗോപാലിനെയും കൂടെ വിളിച്ചിട്ടാണ് നമ്മൾ അതിന്റെ പരിപാടികൾ തുടങ്ങുന്നത്. അപ്പം നമ്മൾ അത് തുടങ്ങി. അപ്പോൾ അതിന്റെ പിന്നെ സ്ഥാപക മെമ്പറാണ്. പിന്നെ ഗവേണിംഗ് ബോഡിയിലുണ്ട്. ഞാനിവിടെ പിന്നെ ലോക്കലായിട്ടുള്ളതായ സോണൽ കമ്മിറ്റി പ്രസിഡന്റാണ്. പിന്നെ IRPCന്റെ ഉപദേശക സമിതി അംഗം കൂടിയാണ്. ഈ AKG ആശുപത്രിയുടെ മെഡിക്കൽ ഡയറക്ടർ പദവിയിൽ ഇപ്പൊ എത്ര വർഷമായി? AKG ഇപ്പൊ 12, 22 ഏകദേശം 15 വർഷമായിരുന്നു. 15 വർഷമായി മെഡിക്കൽ ഡയറക്ടർ പദവിയിലിരിക്കുന്നത്. എന്തൊക്കെയാണ് ഒരു മെഡിക്കൽ ഡയറക്ടറുടെ പ്രധാന റോൾ? എന്തൊക്കെയാണ് മെഡിക്കൽ ഡയറക്ടർ? എല്ലാ കാര്യങ്ങളും നോക്കുക, ഇടപെടുക. അറ്റൻഡ് ചെയ്യാറുണ്ടോ? ഇപ്പോ എത്ര പേഷ്യന്റ് ഒരു 20 പേഷ്യന്റ് ഒക്കെ ഒരു ദിവസം നോക്കില്ല. എന്താണ് ഈ ആരോഗ്യത്തിന്റെ രഹസ്യം? ഇപ്പോഴൊക്കെ ഈ ചെറുപ്പക്കാരൊക്കെ പ്രായമുള്ളവരായി മാറുന്ന ഈ കാലഘട്ടത്തില് താങ്കൾ ഇപ്പൊ എത്രയായി? വയസ്സ് എത്രയായി? വയസ്സ് 80 വയസ്സ്. എങ്ങനെയാണ് ഈ ആരോഗ്യത്തിന്റെ ഒരു രഹസ്യം? എന്താണ് റൊട്ടീൻ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ രാവിലെ ചായയും പലഹാരം കഴിക്കും. ഉച്ചക്ക് കുറച്ച് ചോറ് കഴിക്കും. രാത്രി ഇതുപോലെ തന്നെ. രാത്രി ഇപ്പോഴേ ഓട്സ് കഴിക്കും, അല്ലെങ്കിൽ ഗോതമ്പ് ദോശ കഴിക്കും, അല്ലെങ്കിൽ അങ്ങനെ. എക്സസൈസ് വല്ലതും ഉണ്ടോ? എക്സസൈസ് അങ്ങനെ കാര്യമായിട്ട് എക്സസൈസ് ഒന്നുമില്ല. കുറച്ച് നടക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെ അതും ഇപ്പൊ എക്സസൈസ് ഒന്നുമില്ല. എന്തൊക്കെയാ പിന്നെ ശീലങ്ങൾ? എന്തൊക്കെയാ വേറെ? വായന? വായനയുണ്ട്. എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ എഴുത്തുകാരൊക്കെ? അങ്ങനെ ഇപ്പൊ പറഞ്ഞാൽ പറ്റില്ല. ഞാൻ അതിന് മുമ്പായിട്ട് തുടങ്ങി. ഞാൻ രാമായണം വായിക്കും. പിന്നെ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ട്, അറിയാം. പിന്നെ അതുപോലെ തന്നെ ഉപനിഷത്തിനെ പറ്റി വായിച്ചിട്ടുണ്ട്. AKG ആശുപത്രിയുടെ അടുത്ത് മെഡിക്കൽ ഡയറക്ടർ എന്ന നിലക്ക് AKG ആശുപത്രിയെ കുറിച്ച് താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? AKG ആശുപത്രി ഇപ്പം അന്ന് തുടങ്ങിയ മുതൽ തന്നെ സ്റ്റഡിയായിട്ടുള്ള വളർച്ചയല്ലേ, ഘട്ടം ഘട്ടമായിട്ട് വളർന്നു. നമ്മുടെ ഓരോ കാലഘട്ടത്തിലും വന്ന ഭരണസമിതികളിൽ അവരുടെ ആ ദീർഘവീക്ഷണവും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ അവർ സാധിച്ചു. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ആസ്പത്രി വളർന്നു. അത് മറ്റേ സാധാരണക്കാരൻ്റെ ആസ്പത്രിയല്ലത്. ഏത് സമയത്ത് ഇവിടെ ആൾക്കാർക്ക് കടന്നു ചെല്ലാവുന്ന ഒരു ആസ്പത്രിയല്ല. ഇവർ എവിടെ ഇങ്ങനെ കടന്നു ചെല്ലാൻ പറ്റുമോ? കാഷ്വാലിറ്റി നിങ്ങൾ പോയി നോക്കണം. പേഷ്യന്റ് മാത്രമല്ല, ബൈ ചാർജേഴ്സ് ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ കടന്നു കളിക്കാം. അങ്ങനെയുള്ള ജനകീയ സ്വഭാവം മാത്രമല്ല. ഇവിടെ പൈസ കെട്ടിവെക്കേണ്ട ഒരു ആവശ്യമില്ല. പൈസ കൊടുക്കാണ്ട് പോകുന്നവർ എത്രയോ പേരുണ്ട്. ഇതിന്റെ പേരിൽ തന്നെ പേരിലാകുമ്പോൾ അങ്ങനെയുള്ള ഒരു മുഖം ഉണ്ടാവില്ല. മുഖം മാത്രമല്ല, ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നമോ ഒരു തെറ്റോ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ശരിപ്പെടുത്തി കളയാത്ത എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ AKGന്റെ പേരിലാണ് ഈ ആശുപത്രി എന്നുള്ളത് കൊണ്ടാണ്. അത് നമുക്കൊരു കവചാണ്. നമ്മൾ നന്നായി എല്ലാവരും നോക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് അല്ലേ? പിന്നെ താങ്കളുടെ ബ്രദറിനെ കുറിച്ച് പറഞ്ഞു, സഹോദരങ്ങളെ കുറിച്ച് പറഞ്ഞു, അമ്മയെ കുറിച്ചും അച്ഛനെ കുറിച്ചും എല്ലാം പറഞ്ഞു. ജീവിത പങ്കാളിയെ കുറിച്ച് പറയണ്ടേ? ആരാണ്? സുധ. എങ്ങനെയാണ് അവരെ കണ്ടെത്തുന്നത്? ഏത് കാലഘട്ടത്തിലാണ് കണ്ടെത്തുന്നത്? 78 ഒരുമിച്ച് പഠിച്ചവരാണോ? എനിക്ക് അത്ര ജൂനിയർ ആയിട്ട് പഠിച്ചാണ്. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ആരാണ് ഈ പ്രപ്പോസൽ കൊണ്ടുവരുന്നത്? ഇങ്ങനെ ഇവര്
പേപ്പറൊക്കെ കൊടുത്തിട്ടാണ് തോന്നുന്നു. അപ്പൊ പാലക്കാട് ചിറ്റൂരാണ്. അപ്പൊ ചിറ്റൂര് അവിടെ പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു, കഴിച്ചു, കല്യാണം കഴിച്ചു. അവരിവിടെ ഉണ്ടായിരുന്നു, അവര് ഗൈനക് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. പിന്നെ അവർ നിർത്തിയിട്ട് പിന്നെ ഇപ്പം സ്ഥിരമായിട്ട് പിന്നെ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുടെ മുട്ടുവേദന, മക്കൾ എത്ര പേരാണ്? 2 മക്കളുണ്ട്. 2 പെൺകുട്ടികളാണ്. 2 പേരും കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരാണ്. അവർ ഹസ്ബൻഡും 2 പേര് കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരാണ്. അവര് ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. അപ്പൊ നിങ്ങളും ഭാര്യയുമാണ് ഇപ്പൊ വീട്ടിലുള്ളത് അല്ലെ? ഈ പഴയ കാലവും പുതിയ കാലവും ആരോഗ്യരംഗം വിലയിരുത്തുമ്പോ ഈ പുതിയ കാലത്ത് എങ്ങനെ കാണുന്നു? പഴയ കാലം പറഞ്ഞല്ലോ, ആളെ നോക്കി, ആളെ പഠിച്ച്, പൾസ് നോക്കി മനുഷ്യരെ ചികിത്സിച്ചിരുന്ന ആ ഒരു ആത്മബന്ധത്തിൽ നിന്ന് ഇന്ന് അതൊരു വ്യവസായമായി മാറുമ്പോൾ താങ്കൾ ഈ ആരോഗ്യരംഗ മേഖലയെ എങ്ങനെ നോക്കി കാണുന്നു? ആരോഗ്യമേഖല എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഇത് മെഷീനാണ്. മെഷീൻ തീരുമാനിക്കുന്നതാണ്. നമ്മള് വളരെ ഇപ്പോഴുള്ള ഡോക്ടർമാരൊക്കെ വളരെ കുറച്ച് അതിൽ ഇടപെടുന്നുണ്ട്. ഇടപെട്ടാൽ തന്നെ അതിന് മെഷീനുമായിട്ട് നോക്കി അതിന് ഒരു സയന്റിഫിക് ബേസ് ഉണ്ടാക്കി വെച്ചിട്ട് അവർ എടുക്കും. ഡോക്യുമെന്റേഷൻ ഇല്ലെങ്കിൽ കൺസ്യൂമർ കേസ് വരും. അതാണ് ഒരു പ്രധാന പ്രശ്നം. അതാണ് കേസ് ഇന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നം. റെക്കോർഡിക്കലായിരിക്കണം, ഒരു പണിയുമില്ല. ഇതിപ്പോ നമ്മൾ പറയും ഇത് അപ്പൻഡിസൈറ്റിസ് ആണെന്ന് പറഞ്ഞാൽ പോരാ, അതാണെന്ന് തെളിയിക്കാനുള്ള ഡോക്യുമെന്റ് ബാക്ക്ഗ്രൗണ്ട് വേണം അല്ലേ? ആ ഒരു സംവിധാനം ചെയ്തിട്ട് മാത്രമേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ട്രീറ്റ്മെന്റ് നടക്കൂ അല്ലെ? കോശി പറഞ്ഞ പോലെ എടുക്ക തിയേറ്ററിലേക്ക് ഇനി നടക്കില്ല അല്ലെ? അപ്പൊ നമ്മുടെ സമയം തീരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഒരു കാലഘട്ടത്തിൽ 55 വർഷം മുമ്പ് MBBS എടുത്ത ഒരു ഡോക്ടർ, ആ ഡോക്ടറിൽ നിന്ന് നമ്മളിങ്ങനെ സഞ്ചരിച്ച് രസകരമായിട്ട് രാമന്തലയിൽ നിന്ന് തുടങ്ങി തളിപ്പറമ്പിലെത്തുന്നു, തളിപ്പറമ്പിൽ നിന്ന് ദേവഗിരിയിലെത്തുന്നു, ദേവഗിരിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലെത്തുന്നു, മെഡിക്കൽ കോളേജിൽ നിന്ന് ഒറ്റവിടലാണ് നേരെ തിരുവനന്തപുരത്തേക്ക്. അദ്ദേഹം ഡോക്ടറാകുന്നു, ഈ പറയുന്ന EMS അടക്കമുള്ളവരെ ചികിത്സിക്കുന്നു, AKG ആശുപത്രിയുടെ തുടക്കകാലം മുതൽ അതിനോടൊപ്പം സഞ്ചരിക്കുന്നു, IRPCയുടെ ആരംഭകാലം മുതൽ അതോടൊപ്പം ചേരുന്നു. AKG എന്ന വലിയ മനുഷ്യന്റെ നാമത്തിലുള്ള ഈ ആശുപത്രിയിൽ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഏത് സമയത്തും കടന്നു വരാം, ജനങ്ങൾക്ക് എപ്പോഴും ആശ്രയിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത് അതിൻ്റെ മെഡിക്കൽ ഡയറക്ടറായി ഇന്നും സേവനമനുഷ്ഠിക്കുന്നു. ഇതൊക്കെ ഇനിയുള്ള കാലത്ത്, ഇപ്പം ഇന്നൊക്കെ ആളുകൾ ഒരു സ്ഥാപനത്തിൽ കയറിയാൽ എവിടെയാണോ അടുത്ത പൈസ കൂടി കിട്ടുന്നത് അങ്ങോട്ടേക്ക് ഉടൻ എടുത്തു ചാടുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ എവിടെയാണ് മണി കൂടുതൽ കിട്ടുന്നത് അങ്ങോട്ടേക്ക് പോകുന്ന മനുഷ്യരെ പ്രൊഫഷണൽ അങ്ങനെയായി, ആ പ്രൊഫഷൻ ഏത് പ്രൊഫഷനായാലും അങ്ങനെ ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇതിൻ്റെ തുടക്കം മുതലുള്ള ബാലകൃഷ്ണ പൊതുവാളിൻ്റെ ജീവിതത്തിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചത്. നമുക്കൊരു അനുഭവമാണ്. AKG ഒക്കെ കണ്ട അനുഭവം അദ്ദേഹം പങ്കുവച്ചു. ഇത്തരം മനുഷ്യർ നമുക്കൊരു പാഠം നൽകുന്നുണ്ട്, അവർ പഠിപ്പിക്കുന്നുണ്ട് കടന്നു വന്ന വഴികൾ. അത് നമുക്ക് ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടാണ്. അറിയണം, നമ്മൾ പഠിക്കണം ഇത്തരം മനുഷ്യരെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി നൽകിയ ഡോക്ടർ ബാലകൃഷ്ണ പൊതുവാളിനും ഒപ്പം പ്രേക്ഷകർക്കും സക്സസ് സ്റ്റോറിയുടെ നന്ദി, നമസ്കാരം.